ഒരു വലിയ പണ്ഡിതൻ ഒരിക്കൽ ഒരു യാത്ര ആരംഭിച്ചു. പണ്ഡിതൻ അങ്ങനെ യാത്ര തുടരുന്ന സമയത്താണ് അദ്ദേഹത്തിന് എദൃച്ഛയാ ഒരു നദി കടക്കേണ്ടതായിട്ട് വന്നത്. ഒരു പുഴ കടക്കേണ്ടി വന്നു. എന്താ വഴി ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് യാത്രക്കാരെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തോണിക്കാരനെ കണ്ടത്. തോണിക്കാരനെ കണ്ടപ്പോൾ പണ്ഡിതന് സന്തോഷമായി. തോണിക്കാരനും ഒരു യാത്രികനെ കിട്ടിയതായ സന്തോഷം. തൻ്റെ തോണിയിലേക്ക് പണ്ഡിതൻ്റെ കൈപിടിച്ച് കയറ്റിയിരുത്തി തോണിക്കാരൻ തോണി തുഴയാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ തോണി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പണ്ഡിതൻ തോണിക്കാരനെ അടിമുടിയൊന്ന് നോക്കിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ പണ്ഡിതന് ഒരു കാര്യം ബോധ്യായി, ഇവന് വലിയ വിവരവും വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നാൽ തൻ്റെ പാണ്ഡിത്യം ഈ തോണിക്കാരൻ്റെ മുൻപിലൊന്ന് കാണിക്കണം, അറിയിക്കണം എന്ന് കരുതി പണ്ഡിതൻ ഈ തോണിക്കാരനോട് ചോദിച്ചു, തോണിക്കാരാ, നീ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? നിനക്ക് എത്ര വിദ്യാഭ്യാസമുണ്ട്? ഇപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, ഞാൻ സ്കൂളിലേ പോയിട്ടില്ല. ഞാൻ ആകെ സ്കൂളിൽ പോയത് കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതി. എന്തിന്? വോട്ട് ചെയ്യാൻ അല്ലേ? അല്ലാണ്ട് ഞാൻ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല. ഇത് കേട്ടപ്പോൾ പണ്ഡിതൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കഷ്ടം, മനുഷ്യജന്മം കിട്ടിയിട്ട് അല്പം പോലും വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം നീ വെറുതെ കളഞ്ഞു കേട്ടോ. കാൽഭാഗവും വെറുതെ കളഞ്ഞു. തോണിക്കാരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പണ്ഡിതൻ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു. അത് പോട്ടെ, സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളത് പോയി, കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ നീ? തോണിക്കാരൻ പറഞ്ഞു, മലയാളം പറയാൻ പെടുന്ന പാട് എനിക്കേ അറിയുള്ളൂ അല്ലേ. ഇപ്പം തന്നെ ധൃതരാഷ്ട്രർ എന്നൊക്കെ പറയുമ്പോൾ സെറ്റ് പല്ല ഇളകണുണ്ട്. അപ്പോൾ ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല. കഷ്ടം, ദേവഭാഷ സംസ്കൃതം പറയില്ല വെച്ചാൽ കാഭാഗല്ല, നിന്റെ ജീവിതത്തിൻ്റെ അരഭാഗവും നീ വെറുതെ കളഞ്ഞുവല്ലോ. തോണിക്കാരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പണ്ഡിതൻ പിന്നെയും ചോദ്യം തുടങ്ങി അല്ലേ. തർക്കം, ഇതിഹാസം, മീമാംസ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നീ വശത്താക്കിയിട്ടുണ്ടോ? തോണിക്കാരൻ പറഞ്ഞു, മീമാംസം കുറെ അകത്താക്കിയിട്ടുണ്ട്, അല്ലാണ്ട് മീമാംസ എന്ന് പറയുന്ന സാധനം ഉണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അറിഞ്ഞത്. ഇത് കേട്ടപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിൻ്റെ 1/4 ഭാഗം നീ വെറുതെ കളഞ്ഞുട്ടോ. ഇങ്ങനെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കെ തോണി ആ പുഴയുടെ മധ്യത്തിലെത്തി. പെട്ടെന്ന് ആകാശം ഇരുണ്ടുമൂടി, ശക്തമായി കാറ്റ് തുടങ്ങി. തോണി 2 ഭാഗത്തേക്കായിട്ട് അങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. ആ സമയത്താണ് തോണിക്കാരൻ പണ്ഡിതനെ ഒന്ന് ശ്രദ്ധിച്ചത്. എന്തേ, ഇതുവരെ ധൈര്യത്തോടെ ഇരുന്ന് തന്നോട് ചോദ്യം ചോദിച്ച പണ്ഡിതൻ ഇപ്പോൾ ഒരക്ഷരം മിണ്ടണില്ല. തോണിയുടെ 2 പള്ളയിലും ഉറുക്ക പിടിച്ചിട്ടുണ്ട്, കണ്ണുരുട്ടി മിഴിച്ചിട്ടുണ്ട്, കിടുകിട വിറക്കണുണ്ട്, വേർക്കണുണ്ട്. ആ ഇരിപ്പ് കണ്ടപ്പോൾ തോണിക്കാരൻ പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ 2-3 ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചുവല്ലോ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ നീന്താൻ പഠിച്ചിട്ടുണ്ടോ? പണ്ഡിതൻ പറഞ്ഞു, ആ പണി മാത്രം പഠിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാൽഭാഗമല്ല, അരഭാഗമല്ല, 1/4 ഭാഗമല്ല, മുഴുവൻ ഭാഗവും വെറുതെ നശിച്ചുവല്ലോ എന്ന് പറയേണ്ട താമസം തോണി മറിഞ്ഞു. പണ്ഡിതൻ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി. തോണിക്കാരൻ നീന്തി രക്ഷപ്പെട്ടു. കഥയോ കാര്യമോ? വെള്ളത്തിൽ വീണ ഒരുവനെ സംബന്ധിച്ച് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ ബലമുള്ളവനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ വേദം പഠിച്ചിട്ടുണ്ട്, ഞാൻ തപസ് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും രക്ഷപ്പെടാനുള്ള വഴിയല്ല. വെള്ളത്തിൽ വീണാൽ വേണ്ടതെന്താ? ഒന്നുകിൽ നീന്താനുള്ള അറിവ്, ഇല്ലെങ്കിലോ നമ്മളെ രക്ഷിക്കാനുള്ള ഒരാളെ ആശ്രയിക്കാനുള്ള കഴിവ്, അത്രയെങ്കിലും വേണം. ഒന്നുകിൽ നമ്മൾ സ്വയം അറിവ് നേടി നീന്തണം, ഇല്ലെങ്കിലോ
അറിവുള്ളവര് നമ്മളെ രക്ഷിക്കാൻ അല്ലേ? തോണിയിൽ ഒരാൾ വന്ന് ഈ വെള്ളത്തിലേക്ക് താഴ്ന്നു പോണ ആളോട് പറയാണ്, കൈപിടിച്ച് ഈ തോണിയിലേക്ക് കയറൂ. എത്രയോ ആൾക്കാരെ ഈ സാഗരത്തിൻ്റെ ഈ നദിയുടെ അക്കരയ്ക്ക് എത്തിച്ച തോണിയായത്. എത്രയോ ആൾക്കാരെ അക്കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. എത്രയോ ആൾക്കാർ ഈ തോണിയിൽ കയറിയിട്ടുണ്ട്. നീയും കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ എൻ്റെ യോഗം ഈ ഉപ്പുവെള്ളം കുടിച്ച് ചാവാനാ എന്നും പറഞ്ഞ് ഒരുത്തൻ വെള്ളത്തിൽ കിടക്കണുണ്ടെങ്കിൽ അവൻ ചാവുമല്ലേ വേണ്ടത്? സ ആത്മഹ, ഭാഗവതം പറയും, അവനാണ് ആത്മഹത്യ ചെയ്യുന്നവൻ. അല്ല, ഇതിപ്പോ നമ്മളോട് പറയേണ്ട കാര്യം എന്താ? നമ്മൾ വെള്ളത്തിൻ്റെ നടുവിലാണോ ഉള്ളത്? നമ്മൾ വെള്ളത്തിൽ വീണിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാഗവതം പറയുന്നു, നമ്മളൊക്കെ വലിയൊരു വെള്ളത്തിൻ്റെ നടുവിലാണുള്ളത്. എന്നും രാവിലെ നമ്മൾ ഭാഗവതയജ്ഞം ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു പെരുവെള്ളത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം. അല്ലേ? പലതരത്തിലുള്ളതായ പ്രാരബ്ധങ്ങളാകുന്ന മുതല പിടിച്ചിരിക്കുന്ന ഈ സംസാര സാഗരം. സമുദ്രത്തില് ഒരു തിരമാല, ആ തിരമാല കഴിയുമ്പോഴേക്കും അടുത്ത തിരമാല, അത് കഴിയുമ്പോഴേക്കും അടുത്ത തിരമാല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു പ്രാരബ്ധം, അത് കഴിഞ്ഞ് നേരെയാവുമെന്ന് വിചാരിക്കുമ്പോഴേക്ക് അടുത്ത പ്രാരബ്ധം, അത് കഴിയുമ്പോഴേക്ക് അടുത്തത് എന്ന വിധത്തിൽ പ്രാരബ്ധങ്ങൾ തിരമാലകൾ പോലെ ഒന്നിന് പിറകെ ഒന്നായി വന്നു ചേരുമ്പോൾ ഈ സംസാര സാഗരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന അറിവാണ് ഭാഗവതം നമുക്ക് നൽകുന്നത്. ഒന്നുകിൽ ഈ പരമമായ ജ്ഞാനത്തെ നമ്മൾ നേടി കൃത്യമായ ഉപാസനയിൽ കൂടി, കൃത്യമായ ജീവിതചര്യയിൽ കൂടി ഈ സംസാര സാഗരത്തെ തരണം ചെയ്യുക. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഉപദേശിച്ചു തരുന്ന ഗുരുനാഥന്മാരെ, സജ്ജനങ്ങളെ, ഭാഗവതന്മാരെ ആശ്രയിച്ച് ഭാഗവതമാകുന്ന ഈ തിരുനാമത്തോണിയിലേക്ക് കയറി ഭവസാഗരത്തെ തരണം ചെയ്യുക. ഇത് ചെയ്യണില്ല ഒരാള് എന്നുണ്ടെങ്കിൽ ഭാഗവതം പറഞ്ഞു, സ ആത്മഹ, അവൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞു വന്നത്. അത്തരത്തിൽ വലിയ ഒരു ഉപദേശം ഈ പ്രാരബ്ധ സമുദ്രത്തിൽ പെട്ടുപോയ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിനെ, ജീവിതത്തെ ഈ പ്രാരബ്ധത്തിൽ നിന്ന് മാറ്റിമറിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഉപദേശം. അതാണ് നമ്മൾ പ്രഭാതത്തിൽ ഇവിടെ പാരായണം ചെയ്ത കപിലോപദേശം അഥവാ കാപിലം. സ്വയംഭുവമനുവിൻ്റെ മകളായ ദേവഹൂതി ദേവിയെ കർദമ പ്രജാപതി തൻ്റെ ആശ്രമത്തിൽ വെച്ച് ഭംഗിയായി ശുശ്രൂഷിച്ചു. ഒരു നല്ല ദാമ്പത്യ ജീവിതത്തിന് ഏതൊക്കെ വിധത്തിലുള്ളതായ ഗുണങ്ങളുണ്ടാകണം എന്ന് ഭാഗവതം ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലേ? നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് ഏതൊക്കെ വിധത്തിൽ ഗുണങ്ങൾ ഉണ്ടാവണം? ഭാഗവതം പറയുന്നു, ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ 7 ഗുണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ്. ഏതൊക്കെയാ 7 ഗുണങ്ങൾ? വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ. ഈ 7 ഗുണങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നല്ല ഗുണമാണെന്നാണ്. ഇനി 7ഒന്നുമില്ലെങ്കിൽ ഒന്നെങ്കിലും. അല്ലേ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വേണ്ട ഏറ്റവും വലിയ ഗുണം വിശ്രംഭേണ. വിശ്രംഭേണ വെച്ചാൽ വിശ്വാസം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വിശ്വാസം ഉണ്ടാവണം. കേട്ടിട്ടില്ലേ? വിശ്വാസം അതല്ലേ എല്ലാം എന്ന് വെറുതെ പറയണതല്ല, നല്ല വിശ്വാസം ഉണ്ടാവണം. ഭാര്യയ്ക്ക് ഭർത്താവിനെ പരിപൂർണ വിശ്വാസം ഉണ്ടാവണം, ഭർത്താവിന് ഭാര്യയെയും പരിപൂർണ വിശ്വാസം ഉണ്ടാവണം. അല്ലേ? പേപ്പറിൽ പല വാർത്തകളും വായിക്കും, ഭർത്താവിന് ചായയിൽ വിഷം കലക്കി കൊന്നു എന്നൊക്കെ.
പേപ്പർ വായിച്ച് മടക്കുമ്പോഴേക്കും ഭാര്യ ചായയുടെ കപ്പും കൊണ്ട് നിൽക്കുക. ഇയാൾക്ക് സംശയമായി, ഇനി ഇവളിതിൽ വല്ലത് കലക്കിയിട്ടുണ്ടാവുമോ ഈശ്വര? അങ്ങനെയൊന്നും തോന്നരുത് അല്ലേ? അപ്പോൾ നല്ല വിശ്വാസം ഉണ്ടാവണം. പിന്നെ ആത്മശൗചേന, ശരീരശുദ്ധി മനഃശുദ്ധി, ഗൗരവേണ. ഗൗരവം എന്ന് വെച്ചാൽ മസിൽ പിടിച്ചിരിക്കുക എന്നല്ല. പിന്നെയോ ഭാര്യയുടെ ആവശ്യത്തെ അതിൻ്റെ പ്രാധാന്യത്തോടെ, ഭർത്താവിൻ്റെ ആവശ്യത്തെ അതിൻ്റെ പ്രാധാന്യത്തോടെ കാണാനുള്ള കഴിവ്. ദമേനച്ച, ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ശുശ്രൂഷയ, ഭാര്യാഭർത്താക്കന്മാരായാൽ പരസ്പരം ശുശ്രൂഷ ചെയ്യണം എന്നാണ് ഭാഗവതം പറയുന്നത്. എന്താ ശുശ്രൂഷ എന്ന് വെച്ചാൽ? സൂക്കേടാവുമ്പോൾ അടുത്തിരിക്കലാണോ? അല്ല. ശുശ്രൂഷ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. ശ്രോതും ഇച്ഛ ഇതി ശുശ്രൂഷ അല്ലേ? ശുശ്രൂഷ എന്ന് വെച്ചാൽ കേൾക്കുക എന്നാണ് ഒരർത്ഥം. പല അർത്ഥങ്ങളുണ്ട് അല്ലേ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്ത് ചെയ്യണം? കേൾക്കണം. കേൾക്കണമെങ്കിൽ എന്ത് വേണം? ആരെങ്കിലും ഒരാൾ പറയണം, അപ്പോഴാണ് കേൾക്കാൻ പറ്റുക അല്ലേ? ഇപ്പൊ ഭാര്യയ്ക്ക് പറയാനുള്ളത് മുഴുവൻ ഭർത്താവ് കേൾക്കണം, ഭർത്താവിന് പറയാനുള്ളത് മുഴുവൻ ഭാര്യ കേൾക്കണം. ഭാഗവതം പറയാ, എന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവുന്നു അല്ലേ? ഇതെവിടെ ഒരാൾ തുടങ്ങുമ്പോൾ മറ്റേയാൾ അതിനേക്കാൾ ഗംഭീരായി തുടങ്ങിയാൽ രണ്ടാളും കേൾക്കലുണ്ടാവില്ല. അതന്നെയാ പ്രശ്നം അല്ലേ? അതന്നെയാ പ്രശ്നം. ഡോക്ടറെ ഞാൻ എന്ത് പറയാൻ തുടങ്ങിയാലും അപ്പം ഇയാൾ കോട്ടുവായി ഇടും. ഡോക്ടർ ഭർത്താവിനോട് ചോദിച്ചു, ഭാര്യ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ കോട്ടുവായി ഇടുന്നത്? അപ്പം അയാൾ പറഞ്ഞു, ഞാൻ കോട്ടുവായി ഇടുന്നതല്ല, മറുപടി പറയാൻ വേണ്ടി വായ തുറക്കണതാ, പക്ഷെ ഇത് നിർത്തണ്ടേ. അപ്പോൾ പറഞ്ഞു വരുന്നത് പരസ്പരം കേൾക്കണം. നോക്കൂ, ഭഗവത്ഗീത 18 അധ്യായം. ഇതിൽ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദയോഗം അല്ലേ? ഈ ഒരു അധ്യായം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താ അറിയോ? ആ ഒരു അധ്യായത്തിൽ ഭഗവാൻ ഒരക്ഷരം മിണ്ടണില്ല. ആദ്യത്തെ ഒരധ്യായം മുഴുവൻ അർജുനൻ്റെ കരച്ചില. അയ്യോ, ഞാനെങ്ങനെയാ ഇവരെ കൊല്ലുക? ഞാനിതൊക്കെ വിട്ട് സന്യാസത്തിന് പോയാലോ? എൻ്റെ ബന്ധുക്കളല്ലേ, എൻ്റെ മുത്തശ്ശനല്ലേ, എൻ്റെ ഗുരുനാഥനല്ലേ, എൻ്റെ സഹോദരന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞ് അർജുനൻ അങ്ങനെ കരയുമ്പോൾ ഭഗവാൻ ഇടയിൽ കയറിയിട്ട്, എനിക്ക് മനസ്സിലായി നീ പറയാൻ പോണത് എന്ന് പറഞ്ഞോ? ഇല്ല, ഭഗവാൻ മിണ്ടാണ്ടിരുന്നു. എന്നിട്ടോ അർജുനൻ്റെ പറയാനുള്ളത് മുഴുവൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് അർജുനൻ്റെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ എന്താണെന്ന് മുഴുവൻ കേട്ടതിന് ശേഷമാണ് ശ്രീ ഭഗവാനുവാച എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശുശ്രൂഷയാ സൗഹൃദേന, പിന്നെ ഭാര്യാഭർത്താക്കന്മാര് സുഹൃത്തുക്കളെ പോലെ സൗഹൃദത്തോടുകൂടി ജീവിക്കൂ. ഇപ്പം 6 ഞാൻ പറഞ്ഞു, ഇനി 6 ഇല്ലെങ്കിലും 7ാമത്തെ ഒന്നുണ്ട്, വാചാ മധുരയാച്ച ഭോ അല്ലേ? എന്ത് ചെയ്യുക? നല്ല മധുരമായിട്ട് സംസാരിക്കുക അല്ലേ? ഭർത്താവിന് എന്ത് പറയുമ്പോഴാണോ ഇഷ്ടം അത് ഭാര്യ ഇടയ്ക്കിടക്കേ പറയുക. നിങ്ങളെപ്പോലെ ഒരു കേമൻ ഈ നാട്ടിൽ വേറെ ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഭർത്താവിന് സന്തോഷമാവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ അത് പറയാം, നഷ്ടമൊന്നുമില്ലല്ലോ. നിന്നെപ്പോലൊരു സുന്ദരി ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമാവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ ഭാര്യയെ നോക്കി സുന്ദരി എന്ന് വിളിക്കുക, നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പം പറയാനുള്ള കാര്യം മധുരമായിട്ട് പറയാന്ന് അല്ലേ? സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ, എന്താ നബ്രൂയാൽ പ്രിയം അപ്രിയം അല്ലേ? സത്യമേ പറയാൻ പാടുള്ളൂ, പ്രിയമേ പറയാൻ പാടുള്ളൂ. ഇനി അപ്രിയമാണെങ്കിലും അത് മധുരമായിട്ട് പറയാന്ന്. ഭാര്യ കൊണ്ടുവന്നിട്ട് ചായ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഹേയ് മഹാമോശം എന്ന് പറയരുത്, നല്ലതല്ല. പിന്നെ എങ്ങനെയാ പറയേണ്ടതെന്നറിയോ? ഇങ്ങനൊരു ചായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ചിരിച്ചുകൊണ്ട് പറയണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്തായി? നമുക്ക് പറയേണ്ടത് പറയുകയും ചെയ്തു, ഭാര്യയ്ക്ക് സന്തോഷമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ മധുരമായിട്ട് സംസാരിക്കുക എന്നൊക്കെയാണ് ദാമ്പത്യധർമ്മത്തെക്കുറിച്ച് ഭാഗവതത്തിൽ പറയണത്.
പിന്നെ കാമം, ദംഭം, ദ്വേഷം, ലോഭം തുടങ്ങിയിട്ടുള്ള ദോഷങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ ഈ കർദമൻ്റെയും ദേവഹൂതിയുടെയും ദാമ്പത്യ ജീവിതം കാണിച്ചിട്ടാണ് ഭാഗവതം നമുക്ക് ഉപദേശം തരുന്നത്. അങ്ങനെ അനേക കാലം ആ ദമ്പതിമാര് കഴിഞ്ഞു. ഒരിക്കൽ കർദമൻ ദേവഹൂതിയോട് ചോദിച്ചു, നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും പറയൂ, എന്താഗ്രഹം ഉണ്ടെങ്കിലും പറയൂ എന്ന് പറഞ്ഞപ്പോൾ ദേവഹൂതി കർദമ പ്രജാപതിയുടെ മുൻപിൽ തുറന്നു പറഞ്ഞു, എനിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ട്, എനിക്ക് പല മോഹങ്ങളും ഉണ്ട്. അല്ലേ, നമ്മളൊക്കെ ഉള്ളിൽ പല മോഹവും വെച്ചിട്ട് പുറത്തെന്താ പറയുക? എനിക്കങ്ങനെ വലിയ മോഹമൊന്നുമില്ല, ഉള്ളിൽ വലിയ ലിസ്റ്റ് ഉണ്ടാവും, എന്നാലും എനിക്ക് വലിയ മോഹമൊന്നുമില്ല എന്ന് ഇടയ്ക്കിടയ്ക്കേ പറയും. ഇവിടെ കർദമ പ്രജാപതിയോട് ദേവഹൂതി പറഞ്ഞു, എനിക്ക് പല മോഹങ്ങളുണ്ട്, ആ മോഹങ്ങളൊക്കെ സാധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കർദമ പ്രജാപതി തൻ്റെ തപശക്തി കൊണ്ട് കാമകം എന്നു പേരായ ഒരു വിമാനം സൃഷ്ടിച്ചു എന്നാണ്. എന്താ ഈ വിമാനത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? മനസ്സിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനം. ഈ ലോകത്തിൽ ഏറ്റവും വേഗത ഏതിനാന്ന് ചോദിച്ചാൽ ഏറ്റവും വേഗത അല്ലേ, ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബോംബെയിലോ മദ്രാസിലോ ഒക്കെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഭാഗവതത്തിന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലൊക്കെ പോയി വരണില്ലേ ഇടയ്ക്കിടയ്ക്ക്, പെട്ടെന്ന് മനസ്സുകൊണ്ട്. അപ്പോൾ മനസ്സിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന കാമകം എന്ന ഒരു വിമാനമുണ്ടാക്കി. വിമാനം ഉണ്ടാക്കിയത് വിദേശത്തുള്ള ആൾക്കാരാണെന്നൊക്കെ പറയും, പക്ഷേ നമ്മുടെ ഭാരതീയരാണ്. ഉണ്ടാക്കിയതാണോ അല്ലയോ എന്നുള്ളത് പോട്ടെ, വിമാനം എന്ന ഒരു സങ്കല്പം അല്ലേ, ആകാശത്തുകൂടി പറക്കാൻ പറ്റുന്ന ഒരു യന്ത്രം, വിമാനം എന്നൊരു സങ്കല്പം ഉണ്ടായത് നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ്. ഏതായാലും ഇവിടെ ആ കാമകം എന്ന വിമാനത്തിൽ കയറി ഇവരനേക കാലം സന്തോഷത്തോടുകൂടി കഴിഞ്ഞു. കുറേ കാലം ഇന്നിപ്പുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു യാത്ര പോലെ, അതൊക്കെ കർദമ പ്രജാപതി ഭാഗവതത്തിൽ തുടങ്ങി വെച്ചതാ. അങ്ങനെ ഇവർ സഞ്ചരിച്ച് ഒടുക്കം വിമാനം തിരിച്ച് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു. തിരിച്ച് വിമാനം ഭൂമിയിലേക്ക് ഇറങ്ങി. വിമാനത്തിൻ്റെ വാതിൽ തുറന്ന് കർദമ പ്രജാപതി പുറത്തേക്കിറങ്ങി. പിറകിൽ ദേവഹൂതി ഇറങ്ങി. വാതിലടയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഉള്ളിൽ നിന്ന് ആരോ വാതിൽ തട്ടുന്നു. ധാരാ വാതിൽ തുറന്നപ്പോൾ ഒരു 9 പെൺകുട്ടികൾ പുറത്തേക്ക് കയറുമ്പോൾ ഉണ്ടായിട്ടില്ല ഈ 9 ആള്. കർദമ പ്രജാപതിക്ക് അത്ഭുതമായി, ഇതാരായി 9 പെൺകുട്ടികൾ? കണ്ടാൽ തൻ്റെ ഛായ നല്ലോണമുണ്ട്, ആരായിവര് എന്ന് കർദമൻ വിചാരിക്കുമ്പോഴേക്കും ഈ 9 പെൺകുട്ടികളും കർദമന്റെ മുൻപിൽ വന്ന് നമസ്കരിച്ചിട്ട് വിളിച്ചു. എന്ത് വിളിച്ചു? അച്ഛാന്ന് വിളിച്ചു. 9 പെൺകുട്ടികൾ തന്നെ നോക്കി അച്ഛാന്ന് വിളിച്ചപ്പോഴാണ് കർദമനും അച്ഛാ അങ്ങനെയൊക്കെ സംഭവിച്ചുവോ എന്ന് ചിന്തിച്ചത്. കാരണം താൻ ഈ വിമാനത്തിൽ കയറിയിട്ട് കാലം കുറെ കഴിഞ്ഞു, 9 മക്കളായി തനിക്ക്. ഇവിടെ കർദമ പ്രജാപതിക്ക് ഒരു കാര്യം ഉറപ്പായി, എന്താ അറിയോ? സുഖമാണോ സമയം പോണത് നമ്മൾ അറിയേയില്ല. അപ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ കയ്യിലുള്ള വാച്ചും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിന് വല്ലാത്ത ദുഃഖമാണെങ്കിൽ നമുക്ക് സമയം പോവില്ല. ദുഃഖാണെങ്കിൽ സമയം പോവില്ല, സുഖാണെങ്കിലോ സമയം വേഗം പോവും അല്ലേ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് കുട്ടികളോട് ചോദിക്കുക, എന്താ ആകെ ഒരു ദുഃഖം എന്ന് ചോദിച്ചാൽ അവർ പറയും, എത്ര പെട്ടെന്നാ 2 മാസത്തെ വെക്കേഷൻ തീരണത്. ഇപ്പോൾ സ്കൂൾ തുറക്കും അല്ലേ, കുട്ടികൾ പറയണില്ലേ വേഗം തീർന്നു വെക്കേഷൻ എന്ന്. ശരിക്കും വേഗം തീരണമെന്നില്ല, പക്ഷെ നല്ല സുഖമാവുമ്പോൾ നമുക്ക് സമയം പെട്ടെന്ന് പോവും, പോണതറിയില്ല. ആശുപത്രിയിലൊക്കെ ഒരു ദിവസം കിടന്നാൽ മതി, നമുക്ക് തോന്നും ഒരു 4 കൊല്ലമായി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടെന്ന് അല്ലേ. അപ്പോൾ സുഖമാകുമ്പോഴാണ് സമയം വേഗം പോവുക. ദുഃഖമാകുമ്പോൾ സമയം അല്ലേ, ഇനിയിപ്പോൾ 1 മണിയാവാൻ നല്ല ബുദ്ധിമുട്ടില്ലേ, 2:15 വേഗമായെന്നും തോന്നണില്ലേ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവിടെ കർദമ പ്രജാപതി ദേവഹൂതിയോട് പറഞ്ഞു,
ഞാൻ ഒരു കുട്ടി ഉണ്ടായാൽ കാട്ടിലേക്ക് തപസ്സിന് പോകണമെന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. ഇപ്പൊ നമുക്ക് 9 മക്കളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് ഭഗവാനെ ആശ്രയിക്കാൻ പുറപ്പെട്ടാലോ എന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദേവഹൂതി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഈ 9 പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ തനിച്ചാവും. അതുകൊണ്ട് ഒന്നുകിൽ അങ്ങ് എന്നെ കൂടി ഒപ്പം കൂട്ടുക, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു മാർഗം എനിക്ക് പറഞ്ഞു തന്നിട്ട് അങ്ങ് എങ്ങോട്ട് വേണമെങ്കിൽ പോയിക്കോളൂ. അപ്പോഴാണ് പണ്ട് ഭഗവാൻ തന്നോട് പറഞ്ഞ ഒരു വാക്ക് കർദമൻ ഓർത്തത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങയ്ക്ക് 9 പെൺകുട്ടികൾ ഉണ്ടാകും, 10ാമത് ഞാൻ തന്നെ അങ്ങയുടെ മകനായി അവതരിക്കും എന്ന്. ഇവിടെ കർദമ പ്രജാപതിയും ദേവഹൂതിയും ആ ദാമ്പത്യ ജീവിതം വീണ്ടും അവിടെ തുടർന്നു. ദേവഹൂതി ദേവി വീണ്ടും ഗർഭം ധരിച്ചു. ഗർഭിണിയായ ദേവഹൂതിക്ക് ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും നാമങ്ങളും ഒക്കെ പാടിക്കൊടുത്തു കർദമ പ്രജാപതി. അങ്ങനെ ഗർഭകാലത്ത് ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളൊക്കെ കേട്ട് സന്തോഷവതിയായിട്ട് ആ ദേവഹൂതി കഴിഞ്ഞു. തസ്യാം ബഹുതിതേ കാലേ ഭഗവാൻ മധുസൂദന കാർദമം വീര്യമാപന്നോ ജജ്ഞേ അഗ്നിരിവദാരുണി. യഥാകാലം കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് അഗ്നിരിവദാരുണി, എപ്രകാരമാണോ അരണി കടഞ്ഞ് അഗ്നി യാഗശാലയിൽ ജ്വലിക്കുന്നത് അതേ വിധത്തിൽ അല്ലേ. അരണി എന്ന് പറഞ്ഞാൽ 2 മരക്കട്ടകളാണ് അല്ലേ, താഴത്തൊന്ന് മുകളിലൊന്ന്. അതിങ്ങനെ മഥനം ചെയ്യുമ്പോൾ ഇവ തമ്മിൽ കൂട്ടി ഉരസി ഉണ്ടാകുന്ന ആ അഗ്നി സ്ഫുലിംഗങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് യാഗശാലയിൽ ഹോമം ഒക്കെ ചെയ്യാൻ പുറപ്പെടുക, യാഗാഗ്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ കർദമന്റെയും ദേവഹൂതിയുടെയും ആ ദാമ്പത്യ ജീവിതത്തിൽ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാകുന്നത് പോലെ ഭഗവാൻ ഉണ്ടായിന്ന അല്ലേ. ഈ അരണി ഏതാണ് എന്ന് ഏകാദശ സ്കന്ധത്തില് ഭഗവാൻ ഉദ്ധവനോട് പറയുന്നത് കേൾക്കാൻ നമുക്ക്. ആചാര്യോ അരണിരാദ്യസ്യാൽ അന്തേവാസ്യുത്തരാരണി തൽ സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ അല്ലേ. താഴെയുള്ള അരണി ശിഷ്യനാണ്, മുകളിലുള്ള അരണി ഗുരുനാഥനാണ്. ഇവര് തമ്മിലുള്ള സംവാദമാണ് മഥനം, അതിൽ നിന്നുണ്ടാകുന്ന അഗ്നി അറിവാണ് എന്ന് ഏകാദശ സ്കന്ധത്തിൽ പറയും. അപ്പോൾ സർവവിധത്തിലും ആ അറിവിൻ്റെ സ്വരൂപമായിട്ട് ജ്ഞാനസ്വരൂപനായിട്ട് ഭഗവാൻ കപിലവാസുദേവൻ എന്ന പേരിൽ അവതരിച്ചു. ഒരു യോഗീശ്വരന്റെ ലക്ഷണത്തോടുകൂടി ചെമ്പിച്ച മുടിയോടെ സ്വർണ്ണ നിറത്തിൽ രുദ്രാക്ഷമാലാദികളെ ധരിച്ചുകൊണ്ട് ഭഗവാൻ കപിലവാസുദേവൻ യോഗീശ്വര ഭാവത്തിൽ അവിടെ ശോഭിച്ചപ്പോൾ ബ്രഹ്മാദി ദേവന്മാര് കപിലവാസുദേവനെ വന്ന് നമസ്കരിച്ചു. എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. ഒടുവിൽ കർദമ പ്രജാപതി വന്ന് തൻ്റെ പുത്രനായിട്ടല്ല ഭഗവാനായി കണ്ടുകൊണ്ട് വന്ദേ വിഷ്ണും കപിലം വേദഗർഭം, വേദസ്വരൂപനായ ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിച്ചു. കർദമ പ്രജാപതി ഭഗവാനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്കിപ്പോൾ ആകെ സംശയമായി. എന്താ സംശയം? ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോവാന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടോ കാട്ടിൽ പോയി അങ്ങയെ കണ്ണടച്ച് തപസ് ചെയ്യാന്നാ വിചാരിച്ചത്. ഇപ്പോ എൻ്റെ മകനായിട്ട് അങ്ങ് തന്നെ വീട്ടിൽ വന്നപ്പോ ഇപ്പൊ സംശയം എന്താ അറിയോ? വീട്ടിലിരുന്ന് കണ്ണ് തുറന്ന് അങ്ങയെ കാണണോ, കാട്ടിൽ പോയി കണ്ണടച്ച് അങ്ങയെ തപസ് ചെയ്യണോ? ഭഗവാൻ ചോദിച്ചു, അച്ഛൻ ആഗ്രഹിച്ചതെന്താ? ഞാൻ ആഗ്രഹിച്ചത് കാട്ടിലേക്ക് പോവാനാ. എങ്കിൽ വേഗം സ്ഥലം വിട്ടോളൂ. പറയേണ്ട താമസം കർദമ പ്രജാപതി ഭഗവാനെ നമസ്കരിച്ച് കാട്ടിലേക്ക് പോയി. വനമേവ ജഗാമ ഹാ അല്ലേ. മൈത്രേയ മഹർഷി ഇവിടെ അത്ഭുതം പറയാം. സ്വന്തം മകനായി ഭഗവാൻ വീട്ടിലുണ്ടായിട്ടും കർദമ പ്രജാപതി കാട്ടിലേക്ക് പോയി. ഇപ്പൊ നമുക്ക് തോന്നും ഇയാൾ എന്തൊരു വിഡ്ഢിയ. സ്വന്തം പുത്രനായിട്ട് വീട്ടിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? വിഡ്ഢിയായത് കൊണ്ടല്ല, അതിബുദ്ധിമാനാണ് ആര്? കർദമ പ്രജാപതി.
കാരണം അദ്ദേഹത്തിനറിയാം, സ്വന്തം ഗൃഹത്തിൽ ഭഗവാൻ ഉണ്ടായാൽ തനിക്ക് ഭഗവാനോട് കുറച്ച് ദിവസേ സ്നേഹം ഉണ്ടാവുള്ളൂ. കാരണം നിരന്തരമായി കാണുന്ന ഏതൊരു വസ്തുവിനോടും നമുക്ക് സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും. ഈ സ്വഭാവത്തിൻ്റെ പേര് ഭാഗവതം പറയണത് സന്നികർഷത എന്നാണ്, അല്ലേ? സന്നികർഷോഹി മർത്യാനാം അനാദരണ കാരണം എന്ന് ഏകാദശ സ്കന്ധത്തിൽ പറയണത് കേൾക്കാം. എന്താ സന്നികർഷത എന്ന് വെച്ചാൽ, കിട്ടുമ്പോഴുള്ള സ്നേഹം കിട്ടി കുറച്ചു കാലം കഴിയുമ്പോൾ ഒന്നിനോടും ഉണ്ടാവില്ല. ഇപ്പൊ പുതിയൊരു വണ്ടി വീട്ടിൽ വാങ്ങി വിചാരിക്കുക, ശരിക്കും പുതിയ വണ്ടി കുളിപ്പിക്കണം വേണ്ട, പക്ഷെ പുതിയ വണ്ടി നമ്മൾ സോപ്പും ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് കുളിപ്പിക്കും. പഴയ വണ്ടി ആകുമ്പോൾ അതൊട്ട് കുളിപ്പിക്കൂല. ശരിക്കും കുളിപ്പിക്കേണ്ടത് പഴയതാകുമ്പോഴാണ്, അപ്പോൾ കുളിപ്പിക്കില്ല. കാരണം എന്താ അറിയോ, അപ്പോഴേക്കും ഈ സന്നികർഷത വരും. ഇനി അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവണില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കാശിയിൽ അല്ലെങ്കിൽ ഗംഗയിൽ പോയ ഒരാളിപ്പോൾ ഇവിടെ സപ്താഹത്തിന് വന്നു വിചാരിക്കുക. അയാളുടെ കയ്യിൽ ചെറിയൊരു കുപ്പിയിൽ എന്തുണ്ട്? ഗംഗാജലം. നമ്മളൊക്കെ പോയി കൈ കാണിച്ചാൽ കുറച്ച് ഒരു തുള്ളി ഗംഗാജലം കിട്ടും. ആ ഒരു തുള്ളി ഗംഗാജലം കുടിച്ചാൽ നമുക്ക് സന്തോഷാവുമോ? ഓ അല്ലേ, ഇതങ്ങനെ 5 ലിറ്റർ കുടിക്കേണ്ട സാധനമൊന്നുമല്ല, അല്ലേ? തീർത്ഥാണ്, ഭഗവാന്റെ പാദതീർത്ഥാണ്. അതിങ്ങനെ കുറേ കുടിച്ചാൽ നല്ലോണം പുണ്യം കിട്ടുന്നൊന്നും വിചാരിക്കണ്ട, കുറച്ച്. അപ്പോൾ ഒരു തുള്ളി ഗംഗാജലം കുടിച്ചാൽ നമുക്ക് സന്തോഷാവില്ലേ? സന്തോഷാവും. നമ്മൾ പറയും ഭാഗ്യം, ഗംഗാജലം കുടിക്കാൻ പറ്റിയില്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ, ആ ഗംഗയുടെ തീരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഭാഗ്യം എന്തേ? രാവിലെ ആയാൽ മുക്കി 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 കുടിക്കാലോ അവർക്ക്. പക്ഷെ അവർ കുടിക്കണുണ്ടാവുമോ? അവർ പറയും, അയ്യയ്യോ ഈ വൃത്തികെട്ട വെള്ളം ഞങ്ങൾ കുപ്പിയിൽ വെള്ളം വേറെ കൊണ്ടുവന്നിട്ടുണ്ട്, അതേ കുടിക്കുള്ളൂ. നമ്മളിവിടുന്ന് കഷ്ടപ്പെട്ട് ഗംഗയിൽ കുളിക്കാൻ പോകുമ്പോൾ അവർ ഷവറിലേ കുളിക്കും. അവർക്ക് ഈ ഗംഗാസ്നാനം എന്നുള്ളത് പ്രാധാന്യം ഇല്ലാണ്ടാവും. കാരണം എന്താ അറിയോ, അവർ നിരന്തരം ഗംഗയെ കാണുമ്പോൾ ഗംഗയുടെ മാഹാത്മ്യം മറക്കും. അപ്പോൾ സന്നികർഷത എന്നൊരു സ്വഭാവം നമുക്കുണ്ട്. അപ്പം നമ്മുടെ ഇനിയിപ്പോൾ പോട്ടെ, ഭഗവാന്റെ കാര്യം പോട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ബന്ധു അതിഥിയായി വന്നാൽ നമുക്ക് എത്ര ദിവസം സ്നേഹം ഉണ്ടാവും? ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആവേശത്തിന് ഒരു 10 ദിവസം വന്ന് എൻ്റെ വീട്ടിൽ നിന്നൂടെ എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നൊരു ബന്ധു 10 ദിവസം നിന്നാൽ ആദ്യത്തെ ദിവസത്തെ സ്നേഹം ഉണ്ടാവുമോ? 10ാം ദിവസം ആവുമ്പോൾ അല്ലേ? പിന്നെ നമ്മൾ ആ ബന്ധുവിനെ ഫോൺ വിളിക്കുമ്പോൾ 10 ദിവസം നിൽക്കാൻ വരാൻ പറയില്ല, ഉറപ്പാ. അപ്പോൾ പറഞ്ഞു വരുന്നത്, എത്ര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും നിരന്തരമായി കാണുമ്പോൾ നമുക്ക് സ്നേഹം കുറയും. എന്നു മാത്രമല്ല, ഭഗവാനെ സേവിക്കാൻ 2 തടസ്സങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ദേഹ ഗേഹ ആത്മബുദ്ധേ. ഒന്ന് ദേഹം, മറ്റൊന്ന് ഗേഹം. എൻ്റേത് എന്ന ബന്ധം നമ്മൾ ഏറ്റവും അധികം വെച്ചിരിക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് നമ്മുടെ ശരീരം, മറ്റൊന്ന് നമ്മുടെ വീട്, അല്ലേ? ദേഹ ഗേഹാത്മബുദ്ധേ. ഇപ്പൊ ഭാഗവതം കേൾക്കാൻ ഇവിടെ വന്നാലും ഒരു തടസ്സം എന്താ? ശരീരത്തിന് സുഖില്ലെങ്കിൽ ഭാഗവതം പറയലും ബുദ്ധിമുട്ടാണ്, കേൾക്കലും ബുദ്ധിമുട്ടാണ്, അല്ലേ? ശരീരത്തിന് കുറച്ച് സുഖം വേണം, എന്നാലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല വെച്ചാലും ഗേഹം, അല്ലേ? ഗൃഹം എന്നുള്ളത് വേറൊരു തടസ്സമാണ്. എന്തേ വൈകി പോണത് സപ്താഹത്തിന് വരാൻ? അയ്യോ വീട്ടിൽ തിരക്കുണ്ടായിരുന്നു. എന്താ വേഗം പോണത്? വീട്ടിൽ തിരക്ക്, അല്ലേ? ചില ആൾക്കാർ പറയും, ഞാൻ വീട് പൂട്ടിയിട്ടാ വന്നത്, എന്നാ തുറന്നിട്ടിട്ട് വരാറുന്നില്ല എന്നാ ചോദിക്കേണ്ടത്. ചില ആൾക്കാർ പറയും, വീട്ടിൽ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ വേഗം പോണത്. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാലോ, ചാപ്പാടൊക്കെ ഇവിടെ കിട്ടും, പിന്നെ എന്തു വേണം? ഇനി വീട്ടിൽ ആൾക്കാർ പറയും, ഞാനില്ലാണ്ട് അവർക്കൊന്നും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ
ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പുറപ്പെടുന്ന നമ്മളെ പിറകോട്ട് വലിക്കും. ഗൃഹ്യതയെ അല്ലേ, പിടിച്ചു വലിക്കണത് എന്നാണ് ഗൃഹം. അപ്പോൾ ആ ഗൃഹത്തിലിരുന്ന് നമുക്ക് ഈശ്വരനെ ഉപാസന ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇവിടെ സർവവിധത്തിലും കർദമ പ്രജാപതി വനത്തിലേക്ക് പോയി. ഈ 9 പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ആശ്രമത്തിൽ കപിലവാസുദേവനും അമ്മയായ ദേവഹൂതിയും മാത്രം. ഒരിക്കൽ ഈ ദേവഹൂതി ദേവി ഒരു കാഴ്ച കാണുകയാണ്. എന്താ കാഴ്ച? തൻ്റെ മകനായ കപിലവാസുദേവൻ ആ കപിലവാസുദേവന്റെ പാദത്തിലേക്ക് അനേകം യോഗീശ്വരന്മാര്, അനേകം ഭക്തന്മാര് വന്ന് നമസ്കരിക്കുന്ന കാഴ്ച. തൻ്റെ പുത്രൻ്റെ പാദത്തിലേക്ക് യോഗീശ്വരന്മാരായ ആൾക്കാര് വന്ന് നമസ്കരിക്കുമ്പോൾ തൻ്റെ കടാക്ഷം കൊണ്ടും തൻ്റെ പുഞ്ചിരി കൊണ്ടും തൻ്റെ നല്ല നല്ല വാക്കുകളെ കൊണ്ടും അവരുടെ മനസ്സിൻ്റെ സകല ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന ഉപദേശം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നു കപിലവാസുദേവൻ. അപ്പോൾ ദേവഹൂതിക്ക് തോന്നി, കഷ്ടേ, എൻ്റെ മകനായിട്ട് എന്നോടൊപ്പം ഭഗവാൻ ഉണ്ടായിട്ട് എനിക്ക് ആ ഭഗവാനെ ഒന്ന് നമസ്കരിക്കാൻ തോന്നിയില്ലല്ലോ. ഇത്ര അടുത്ത് ഭഗവാൻ എൻ്റെ പുത്രനായി ഉണ്ടായിട്ടും ലോകം മുഴുവൻ ആ ഭഗവാനെ നമസ്കരിച്ച് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുമ്പോൾ തനിക്ക് ആ ഭഗവാനെ ഒന്ന് നമസ്കരിക്കാൻ തോന്നിയില്ലല്ലോ. അല്ല, ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഭഗവാനെ ഒന്ന് നമസ്കരിക്കണം എന്ന്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ തന്നെ നമസ്കരിക്കാം എന്ന് തീരുമാനിച്ചു. അതെന്താ ഇപ്പോൾ തന്നെ എന്ന് തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം എന്താ അറിയോ, എപ്പോഴാണ് മാറ്റി പറയാന്ന് പറയാൻ പറ്റില്ല. നല്ല വിചാരം മനസ്സിൽ എപ്പോൾ വന്നാലും അത് ആ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പറ്റില്ല. ഇന്ന് ഭാഗവത സപ്താഹത്തിന് പോയാലോ എന്ന് തോന്നിയാൽ കിട്ടുന്ന ഷർട്ട് ഇട്ടോളുക, കിട്ടുന്ന സാരി എടുത്തോളുക, പുറപ്പെട്ടോളുക. അല്ല, അതേ മനസ്സിനോട് നിങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇന്ന് പോണോ? അപ്പൊ മനസ്സ് പറയും എന്ത്, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാലും മതി. അപ്പോ എപ്പോ നമസ്കരിക്കണമെന്ന് തോന്നുന്നുവോ, എപ്പോ നാമം ജപിക്കണമെന്ന് തോന്നുന്നുവോ, എപ്പോ ഈശ്വരനെ സേവിക്കണമെന്ന് തോന്നുന്നുവോ അപ്പോഴും ചെയ്തോളൂ. ഇവിടെ കപിലവാസുദേവനെ നമസ്കരിക്കണം എന്ന് ദേവഹൂതിയുടെ മനസ്സിൽ തോന്നിയതും ദേവഹൂതി എന്ന അമ്മ ഭഗവാന്റെ പാദത്തിൽ ചെന്ന് നമസ്കരിക്കുകയാണ്. പുത്രനായിട്ടല്ല, സാക്ഷാൽ ഭഗവാനായി തന്നെ കണ്ട് നമസ്കരിച്ചു. ഭഗവാൻ അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയെന്നാണ്. ഇതെന്താ, ഇത്രകാലം തന്നെ മടിയിലിരുത്തി ഓമനിച്ചതായ അമ്മ ഇന്നെന്താ ഒരു പ്രത്യേക നമസ്കാരം എന്ന ഭാവത്തിൽ ഒന്ന് നോക്കിയപ്പോഴാണ് ദേവഹൂതി പറഞ്ഞത്, ഭഗവാനെ നിർവിണ്ണാം നിതരാം ഭൂമൻ അസദിന്ദ്രിയ തർഷണാൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഭഗവാനെ, എൻ്റെ തൊട്ടരികിൽ എൻ്റെ മകനായിട്ട് ഇത്ര കാലവും അങ്ങുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങയെ നമസ്കരിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? അസദിന്ദ്രിയ തർഷണാൽ, ഈ അസത്തുക്കള് എന്നെ സമ്മതിച്ചില്ല എന്നാണ്. അപ്പൊ ഭഗവാന്റെ അടുത്തെത്തിയാലും ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവാൻ സമ്മതിക്കാത്ത അസത്തുക്കളുണ്ട്. ആരാ അസത്തുക്കള്? പോട്ടെ, അസത്ത് എന്ന് വെച്ചാൽ എന്താ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അത്യാവശ്യം വീട്ടിൽ സ്നേഹം കൂടുമ്പോൾ അസത്തെ എന്ന് വിളിക്കും അല്ലേ? അസത്ത് എന്ന് വെച്ചാൽ സത്തിലേക്ക് പോകുന്നതിന് തടസ്സം നിൽക്കുന്നത്, സത്തല്ലാത്തത്, അതാണ് അസത്ത്. അപ്പൊ സർവവിധത്തിലും അസത്തുക്കളായ ഈ ഇന്ദ്രിയങ്ങൾ കാരണം ഭഗവാനെ അങ്ങ് എൻ്റെ മുൻപിലുണ്ടെങ്കിലും എനിക്ക് അങ്ങയെ നമസ്കരിക്കാൻ സാധിച്ചില്ല. അപ്പൊ ഭഗവാന്റെ മുൻപിലേക്ക് നമ്മൾ എത്തിയാലും
ഭഗവാനിലേക്ക് ശ്രദ്ധിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. ആര്? ഈ ഇന്ദ്രിയങ്ങൾ അല്ലേ? ഇപ്പോൾ ഭാഗവത സപ്താഹയജ്ഞത്തിന് നമ്മൾ വന്നു, ഭാഗവത സപ്താഹയജ്ഞത്തിന് നമ്മൾ ഇരുന്നു. എന്തിനാ വന്നത്? എന്തിനാ വന്നത്? ഒരാൾ ഉത്തരം പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് ഇപ്പം എന്തിനാ വന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാണാനാണോ വന്നത്? കഴിക്കാനാണോ വന്നത്? പറയാനാണോ വന്നത്? കേൾക്കാനല്ലേ വന്നത്? ഭഗവാന്റെ കഥ കേൾക്കാനാണ് നമ്മൾ എവിടെ വന്നിരിക്കുന്നത്? സപ്താഹ യജ്ഞശാലയിൽ വന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഇവിടെ ഇരിക്കണ എല്ലാവരും ഇത് കേൾക്കണുണ്ടോ? ഇവിടെ ഇരിക്കണ എല്ലാവരും ഇപ്പം ഇത് കേൾക്കണുണ്ടോ? 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 എന്നാലും ചിലതിൻ്റെ തല അനങ്ങണില്ല അല്ലേ? അപ്പോൾ നമ്മൾ കേൾക്കാൻ വന്നിരുന്നാലും സ്പീക്കറിൻ്റെ ചോട്ടിലുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ കേൾക്കില്ല. എപ്പോഴറിയോ? മനസ്സ് വേറെ എവിടെയെങ്കിലും പോയാൽ. ചില ആൾക്കാർ പ്രഭാഷണമൊക്കെ കണ്ണ് മിഴിച്ചിരുന്ന് കേൾക്കണുണ്ടാവും. ആ ഇരിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും മൂപ്പരിപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ എവിടെയല്ല ഉള്ളത്, എവിടെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് തിരിച്ച് മനസ്സിങ്ങോട്ട് വന്ന് കേൾക്കുമ്പോൾ നേരത്തെ കേട്ടതിൻ്റെ ബാക്കി ഇപ്പോൾ കേൾക്കുമ്പോൾ അങ്ങ് കണക്റ്റ് ആവണില്ല. എന്നിട്ട് പറയും ഇയാൾ പറഞ്ഞ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ പോയിരുന്നാലും നമ്മുടെ മനസ്സ്, ശ്രദ്ധ ഭാഗവതത്തിലേക്ക് പോകാൻ സമ്മതിക്കില്ല. ആര്? ഇന്ദ്രിയ തരിഷണാൽ. ഈ ഇന്ദ്രിയങ്ങൾ കാരണം. ഒരു സ്ഥലത്ത് ഒരു സപ്താഹം ആരംഭിച്ചു. ഒന്നാം ദിവസം ഈ മാഹാത്മ്യം എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായില്ലേ മിനിയാന്ന്? അപ്പം അതുപോലെ ഒരു സപ്താഹ മാഹാത്മ്യം. അപ്പം മാഹാത്മ്യ ദിവസം ഈ കമ്മിറ്റിക്കാർ ഒരു ക്ഷേത്രത്തിലാണ്. കമ്മിറ്റിക്കാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ വെറ്റിലയും മടക്കയും വസ്ത്രമൊക്കെ ആചാര്യവരണം എന്ന് പറഞ്ഞ് ദക്ഷിണ തന്നു. അങ്ങനെ ഞാൻ ഭാഗവത മാഹാത്മ്യം തുടങ്ങി. മാഹാത്മ്യം തുടങ്ങുമ്പോഴേക്കും കമ്മിറ്റിക്കാർ വന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു ചായയും അവലും റെഡിയായിട്ടുണ്ട്. ചായ അവലും കിട്ടിയാൽ പിന്നെ മാഹാത്മ്യം വേണോ നമുക്ക്? എല്ലാവരും അങ്ങോട്ട് ഓടി. ഞാൻ നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മുത്തശ്ശിമാർ മാത്രം മുൻപിലിരുന്ന് ഭാഗവതം കേൾക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമായി. അങ്ങനെ മാഹാത്മ്യം 1 മണിക്കൂർ പ്രഭാഷണം ഈ മുത്തശ്ശിമാർക്ക് മാത്രം വേണ്ടിയിട്ട്. അവർ 3 ആളും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഈ മുത്തശ്ശിമാർ പതുക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ആ വെറ്റിലി അടക്കി ഞങ്ങൾക്ക് തരുമോന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരിത്ര സമയം ഇവിടെ ഇരുന്നത് എന്തിനറിയോ? ഇയാളുടെ പ്രഭാഷണം കഴിഞ്ഞാൽ ആ വെറ്റിലി അടക്കം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഈ അടക്ക കയ്യിൽ കണ്ടപ്പോഴോ ഓർമ്മ വന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഭാഗവതത്തിന് നമ്മൾ പോയിരുന്നാലും ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഭഗവാന്റെ കഥയിലേക്കാവില്ല, ഈ പറയുന്ന പല 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 വസ്തുക്കളിലേക്ക് പോവും അല്ലേ? ഇവിടെ ഇപ്പോൾ ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഭംഗിയായി മാലയൊക്കെ ചാർത്തി വെച്ചിട്ടുണ്ടെങ്കിലും കണ്ണ് എന്ന് പറയണ ആ ഇന്ദ്രിയം ഭഗവാനിലേക്കല്ല നമ്മൾ അധികം കൊണ്ടുപോവുക അല്ലേ? ഇതാരാ വരണത്, ഇയാളെന്താ ഇപ്പം അങ്ങോട്ട് പോകുന്നത്, ഇങ്ങനെ കണ്ണ് വേറെ പല കാഴ്ചയും കാണാൻ നോക്കും. ചെവി ഭാഗവതം അല്ലേ, എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാനിവിടുന്ന് നിലവിളിക്കുന്നുണ്ട്. എന്നാലും ചെവി ചിലപ്പോൾ തൊട്ട് പിറകുന്ന 2 ആൾ പരദൂഷണം തുടങ്ങിയാൽ, 2 ആൾ പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ ഈ ഭാഗവതം കേൾക്കണതിനേക്കാൾ എന്തു സുഖാറിയോ ഇല്ലേ? ചെവി ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് വലിയാൻ തുടങ്ങും. ഇവിടെ ഇപ്പോൾ ഭക്ഷണശാല അങ്ങ് ബാക്കിലായത് നന്നായി. ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഈ സപ്താഹം നടക്കുന്നതിൻ്റെ സൈഡിലായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവർ അത്യാവശ്യം പപ്പടം കാച്ചാനും ഉപ്പേരിക്ക് വറവിടാനും ഒക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ഒരു കാറ്റ് വരാനുണ്ട്. ആ കാറ്റങ്ങ് വന്നാൽ അതുവരെ ഭാഗവതം കേട്ടോണ്ടിരുന്ന ആളുണ്ടല്ലോ,
അപ്പോൾ വാച്ച് നോക്കണത് കാണാം അല്ലേ? അപ്പം ഇത്ര സമയം ഭാഗവതം കേട്ട ആളുടെ മനസ്സ് പെട്ടെന്ന് തട്ടിയെടുത്തതാരാ? മൂക്ക് എന്ന് പറയണ ആ ഇന്ദ്രിയം. അപ്പോൾ ഭഗവാന്റെ മുൻപിലേക്ക് എത്തിയാലും ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ പല വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്നാ പോട്ടെ, ഇന്ദ്രിയങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് സമാധാനിപ്പിക്കാന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് സന്തോഷമായി എന്ന് പറയൂ. കണ്ണിനെന്താ വേണ്ടത്? കണ്ണിനെന്താ സന്തോഷം? കാണലാണ് സന്തോഷം അല്ലേ? കാണിച്ചു കൊടുക്കൂ, കണ്ണിന് വേണ്ടതൊക്കെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ണ് പറയോ മതി എനിക്ക് കണ്ടത്, സന്തോഷമായി എന്ന് അല്ലേ? നല്ല കാണേണ്ട സിനിമയാട്ടോ എന്ന് പറഞ്ഞ ആ സിനിമ അതെന്നെ കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പൊ കണ്ണു പറയോ കാണേണ്ട സിനിമയാണെന്ന്? ഇല്ല. 2-3 തവണ കാണുമ്പോൾ കണ്ണു പറയും മടുത്തു, എന്തൊരു സ്വാദാ ഇന്നത്തെ ഭക്ഷണം. 4 ദിവസം ഇതേ ഭക്ഷണം കൊടുത്താൽ നാവ് പറയും മടുത്തു. നല്ല പാട്ട്, അയ്യോ കേട്ടിട്ട് മതിവരാത്ത പാട്ട് എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോഴാ പറയുക. പിന്നെയും 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 കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ ചെവി പറയും മടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് സമാധാനം കിട്ടലുണ്ടാവില്ല അല്ലേ? ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ചിട്ടൊരു സമാധാനം കിട്ടലുണ്ടാവില്ല. എത്ര പ്രായമായാലും ഈ ഇന്ദ്രിയം നമ്മളിങ്ങനെ പുതിയത് പുതിയത് പുതിയത്. ഈയിടെ ഒരു മുത്തശ്ശൻ ഒരു പുസ്തകം വായിക്കണത് കണ്ടു ഞാൻ. നല്ല പ്രായമുണ്ട്, 85 വയസ്സുള്ള മുത്തശ്ശനാണ്. ഞാൻ വിചാരിച്ചു വല്ല ഭഗവത്ഗീതയോ ഭാഗവതോ മറ്റാവുന്ന. നോക്കുമ്പോൾ നവീന പാചക രീതികൾ വായിക്കുക. എന്തോ ഒരു പുതിയ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോ ഇത്ര ഈ 85 വയസ്സുവരെ ചവച്ചിട്ടും നാവിന് മതിയായിട്ടില്ല. പുതിയത് പുതിയത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അഗ്നിരാഹുതി ബിറിയത അല്ലേ? തീ കെടുത്താൻ നെയ്യൊഴിച്ചാലോ? ആദ്യം നമുക്ക് തോന്നും കെട്ടുമെന്ന് തോന്നും, പക്ഷെ കെടലല്ല, അത് കൂടുതൽ ആളിക്കത്തും. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയത്തിനെ സന്തോഷിപ്പിച്ചിട്ട് ചാവാന്ന് വിചാരിക്കണുണ്ടെങ്കിൽ നടക്കില്ല. കാരണം ഇന്ദ്രിയങ്ങൾ ഒരിക്കലും സമാധാനമായി എന്ന് നമ്മളോട് പറയില്ല. അപ്പോ നമുക്ക് സമാധാനം എവിടെയാ വേണ്ടത്? നാവിനാണോ, കൈക്കാണോ, തലയ്ക്കാണോ, കണ്ണിനാണോ, മനസ്സിനാണോ? മനസ്സിനാണ്. മനസ്സെവിടെയാ? അസലായി. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്തായിരുന്നു അല്ലേ? കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് മനസ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് കെട്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം? ഇതെങ്ങോട്ടാ പോണത്, എവിടുന്നാ പോണത്, ഏതിൽ കൂടിയാ വരണത്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2:45 നമ്മുടെ മനസ്സെവിടെ ഉണ്ടാവുക? ഉച്ചയ്ക്ക് 2:45 പോട്ടെ, അടുത്ത നിമിഷം നമ്മുടെ മനസ്സെവിടെ ഉണ്ടാവുക? പറയാൻ പറ്റില്ല. എങ്ങോട്ടാ പോവാന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മുടെ മനസ്സ് 25 കൊല്ലം പഴയതിലേക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ 45 കൊല്ലം കഴിഞ്ഞിട്ടുള്ളതിലുണ്ടാവും. പക്ഷെ മനസ്സിനെ നിങ്ങൾ കിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിനെ കാണാൻ പറ്റാത്ത ഒരു സമയമുണ്ട്. എപ്പോഴറിയോ? ഇപ്പോ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മനസ്സ് എവിടെയുള്ളത് നോക്കുമ്പോൾ മനസ്സിനെ കാണാൻ പറ്റില്ല. മനസ്സ് എപ്പോഴും കഴിഞ്ഞതിലും വരാൻ പോണതിലും അല്ലാതെ ഇപ്പോ ഈ നിലവില് നമുക്ക് മനസ്സിനെ കാണാൻ പറ്റില്ല. അപ്പൊ ഈ മനസ്സാണ് നമ്മളെ വേവലാതിപ്പെടുത്തുന്നത്. എത്രയോ കൊല്ലം മുമ്പുള്ളത് ആലോചിച്ചിട്ട് ഇപ്പോഴും ടെൻഷൻ അടിപ്പിക്കുന്നു. എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് വരാനുള്ളത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനാണ് സമാധാനം വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരിക്കലും ഉള്ളിലുള്ള മനസ്സിന് സമാധാനം കൊടുക്കാൻ പറ്റില്ല. കാരണം ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് തിരിച്ചു വെച്ചതാ അല്ലേ? ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തുനിന്ന് നമുക്ക് സുഖം കൊണ്ടുവരാം. പക്ഷേ മനസ്സ് അത് നമ്മുടെ ഉള്ളിലാണ്. ഉള്ളിലുള്ള മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ പുറമേക്ക് അന്വേഷിച്ചിട്ട് കാര്യമില്ല, ഉള്ളിലേക്ക് തന്നെ അന്വേഷണം തിരിയണം. അങ്ങനെ സുഖത്തെ ഉള്ളിലേക്ക് അന്വേഷിക്കുന്നതിനെയാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുക. ഈ സുഖം പുറമേയുണ്ട് എന്ന് കരുതി പുറത്തന്വേഷിക്കുന്നതിനെയാണ് ലൗകിക ജീവിതം എന്ന് പറയുക.
അപ്പൊ പുറമേക്കുള്ള ഈ ലൗകിക ജീവിതത്തിൽ സുഖം കിട്ടണില്ലേ? കിട്ടുന്നുണ്ട്. പക്ഷേ ലൗകിക സുഖങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? ഇന്നലെ പറഞ്ഞതാണ്, ലൗകിക സുഖങ്ങളെല്ലാം കിട്ടുന്നത് വരെ മാത്രമേ സുഖമുള്ളൂ അല്ലേ? ജോലി കിട്ടുന്നത് വരെ ജോലി സുഖാണ്, കല്യാണം കഴിയുന്നത് വരെ കല്യാണം സുഖാണ്, കുട്ടി ഉണ്ടാവുന്നത് വരെ കുട്ടി സുഖാണ്, ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ വേവലാതി വേറെ. അപ്പോ ലൗകികമായ ഏത് സുഖങ്ങളും കുറച്ച് സമയത്തേക്ക്, കുറച്ച് കാലത്തേക്ക് മാത്രം അല്ലേ? പ്രഹ്ലാദൻ പറയണത് കണ്ടൂയനേന കരയോരിവ ദുഃഖ ദുഃഖം. ലൗകിക സുഖങ്ങളൊക്കെ ചൊറിയണ സുഖം പോലെ കരുതിയാ മതി അല്ലേ? ചൊറിയുമ്പോ സുഖാണോ? നിങ്ങളൊന്നും ചൊറിയാറുമില്ലേ? പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ആരോ ചോദിച്ചു അത്രേ, സ്വർഗം കണ്ടിട്ടുണ്ടോന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ. ഇടയ്ക്കിടയ്ക്കോ? ആ, അത് ചൊറിയുമ്പോൾ കിട്ടേണ്ട ഒരു സുഖം അല്ലേ? ചൊറിയുമ്പോൾ സുഖല്ലേ? ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ പുറത്ത് എത്താത്ത സ്ഥലമുണ്ടല്ലോ, കൈ ഇങ്ങനെ എത്തില്ല, ഇങ്ങനെ എത്തില്ല, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചൊറിയാൻ തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക? വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൂട്ടുകാരടുത്തുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചൊറിഞ്ഞു തരണം എന്ന് പറയാറില്ലേ? ഒന്ന് ചൊറിഞ്ഞു തരുമോ പറയാറില്ലേ? നിങ്ങളുടെ നാട്ടുകാരിങ്ങനൊന്നും ചെയ്യാറില്ല അല്ലേ? അപ്പോൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരോട് ചൊറിഞ്ഞു തരാൻ പറയും. എന്നിട്ട് ഗൂഗിൾ മാപ്പ് വഴി പറഞ്ഞു കൊടുക്കണ പോലെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ തൊട്ട് മുകളിൽ, അതിൻ്റെ തൊട്ട് താഴെ, അവിടുന്ന് വലത്തോട്ട് പോവുക, അല്പം ഇടത്തോട്ട് മാറുക, അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ. എന്തൊരു സുഖാ ചൊറിയുമ്പോൾ. ഇനി ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ചൊറിയുമ്പോൾ സുഖാണോ ദുഃഖാണോ? എന്താ അഭിപ്രായം? സുഖല്ലേ ചൊറിയുമ്പോൾ? ചൊറിയുമ്പോൾ സുഖാണ്, ഉറപ്പല്ലേ? അതെ. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ ദുഃഖവും മറക്കാൻ ഒരു വഴി പറഞ്ഞു തരാം. എന്താ അറിയോ? നായ്ക്കുരണപ്പൊടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. അതൊരു കുപ്പി വാങ്ങി വീട്ടിൽ വെച്ചിട്ട് വല്ലാണ്ട് ടെൻഷൻ വരുമ്പോൾ കുറച്ച്, അധികമൊന്നും വേണ്ട, കുറച്ചെടുത്തൊന്നിട്ടാൽ പിന്നെ നല്ല ചൊറിയുമ്പോൾ സുഖല്ലേ? ഈ സാധനം ഇട്ടാൽ പിന്നെ നമുക്ക് നല്ല സുഖം കിട്ടും. ഇനി ഞാൻ ചോദിക്കട്ടെ, ചൊറിയുമ്പോൾ സുഖാണോ? ഉത്തരം മാറിയില്ലേ? അപ്പോ ചൊറിയുമ്പോൾ സുഖാണ് എന്ന് വിചാരിച്ച് ചൊറിഞ്ഞോണ്ടിരിക്കുമ്പോൾ സുഖം മാറി, പുകച്ചലായി, മുറിവായി, വ്രണമായി, വേദനയായി അല്ലേ? അപ്പോൾ ഒരേ വസ്തുവിൽ നിന്ന് തന്നെ നമ്മൾ സുഖം കിട്ടും എന്ന് കരുതുമ്പോൾ അത് കുറഞ്ഞു 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 വേദനയായിട്ട് മാറുന്നു. എന്നിരിക്കെ ലൗകികമായ ഏതൊരു വസ്തുവിൽ നിന്നുമുള്ള സുഖം അനുഭവിക്കും തോറും കുറഞ്ഞു കുറഞ്ഞു വരും. അതൊരിക്കലും നമുക്ക് നിത്യമായ സുഖത്തെ തരില്ല. ഇവിടെയാണ് ഈ നിത്യമായ സുഖം പുറത്തെവിടെയുമില്ല എന്നുണ്ടെങ്കിൽ അകത്തുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. അപ്പോഴാണ് അകത്ത് നല്ലൊരു സുഖമുണ്ട്. നമ്മളൊക്കെ ഈ ലൗകിക സുഖത്തിൽ ഏറ്റവും നല്ല സുഖം എന്ന് കരുതുന്ന ഒരു പരിപാടിയേ ഉള്ളൂ അല്ലേ? ലൗകിക ജീവിതത്തിൽ ഏറ്റവും നല്ല സുഖം എന്ന് പറയണത് ഏതാ? നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാ ടെൻഷനും എല്ലാ വേദനയും മറന്ന് സുഖം കിട്ടണ ഒറ്റ പരിപാടിയേ ഉള്ളൂ. ബോറടിക്കാത്ത ഒരു പരിപാടിയേ നമ്മൾ മനുഷ്യന്മാർക്കുള്ളൂ. എന്താ അത്? ഇതുവരെ ബോറടിക്കാത്ത ഒരു കാര്യമേ നമുക്കുള്ളൂ അല്ലേ? ഉറക്കം. ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ ഉറങ്ങിയിട്ട് ബോറടിച്ചു എന്ന്? ബോറടിച്ചാൽ നമ്മൾ പിന്നെയും തുടങ്ങും ഉറങ്ങാൻ അല്ലേ? ടി വി കുറേ സമയം കാണുമ്പോൾ മടുക്കും, പാട്ട് കുറേ കേൾക്കുമ്പോൾ മടുക്കും. എന്നാൽ ഉറക്കം എത്രയായാലും നമുക്ക് മടുക്കണുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ അറിയോ? സുഖമായിട്ടുറങ്ങി അല്ലേ?
സുഖമായിട്ടുറങ്ങി എന്നല്ലാണ്ട് ഇന്ന് വരെ ആരെങ്കിലും ദുഃഖമായിട്ടുറങ്ങി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പ്, ഉറങ്ങുമ്പോൾ സുഖാണ്, ഒരു ദുഃഖവും നമ്മൾ അറിയില്ല അല്ലേ? അച്ഛൻ മരിച്ചപ്പോഴുണ്ടല്ലോ കരഞ്ഞ് 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 ഞാനങ്ങ് ഉറങ്ങി. ഉറങ്ങിയപ്പോഴല്ലേ രസം, അച്ഛൻ മരിച്ച ദുഃഖവും കൂടി ഇല്ല എനിക്ക്. കുട്ടികൾ ചിലപ്പോൾ ഓടിക്കളിക്കുമ്പോൾ വീഴും, കാലോ കയ്യോ ഒക്കെ മുറിയും. ആ വേദനയിൽ ഇവൻ കരഞ്ഞ് 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 അങ്ങ് ഉറങ്ങും. ഉറങ്ങുമ്പോൾ വേദനയുണ്ടോ? ഇല്ല. അപ്പോൾ വേദനയില്ല, ദുഃഖമില്ല, സുഖം മാത്രം കിട്ടണ ഒരു രംഗം ഉറക്കം. ഈ സുഖം കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുക? ഉറങ്ങാൻ പറ്റുക. സുഖം കിട്ടണില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? സുഖം കിട്ടുമ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്. ദുഃഖം കിട്ടുമ്പോൾ ദുഃഖമാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ളത്, നമുക്ക് ഉറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സുഖം വരുമ്പോഴാണ് ഉറക്കം വരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ ഭാഗവതം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഉറക്കം വരുന്നത്? നല്ല സുഖം കിട്ടുന്നുണ്ട്, മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഉറക്കം വരുന്നത്. അപ്പം ഏതായാലും എന്ന് വിചാരിച്ച് വല്ലാണ്ട് സൂഹിക്കണ്ട. അപ്പോൾ പറഞ്ഞു വരുന്നത് മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി എന്ന് നമ്മൾ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഉറങ്ങുമ്പോൾ എവിടുന്നാ സുഖം വരുന്നത്? കണ്ണ് ഓഫാക്കിയിട്ടാണ് ഉള്ളത്, ചെവി പൂട്ടി വെച്ചിട്ടാണ് ഉള്ളത്, മൂക്ക് മണൊക്കെ നിർത്തി വെച്ചിട്ടാണ് ഉള്ളത്, ത്വക്ക് സ്പർശനം നിർത്തി. ചുരുക്കി പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളും ഓഫാക്കി വെച്ചിട്ടും നമ്മൾ സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സുഖം പുറത്തുനിന്ന് വരുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നോ അനുഭവിക്കുന്നതാണ്. അതാരാ? അതെവിടുന്ന? ഈ അന്വേഷണത്തെയാണ് ആധ്യാത്മികത എന്ന് വിളിക്കുക. ആധ്യാത്മിക ജീവിതത്തിലുള്ള സുഖത്തിൻ്റെ അന്വേഷണവും ലൗകിക ജീവിതത്തിലെ സുഖത്തിൻ്റെ അന്വേഷണവും തമ്മിൽ എന്താ വ്യത്യാസം എന്നാണെങ്കിൽ, ലൗകിക ജീവിതത്തിൽ ഒരു സുഖം കിട്ടണമെങ്കിൽ കുറേ ദുഃഖം സഹിക്കണം. ഒരു സുഖം കിട്ടിയാൽ അത് നിലനിർത്തണമെങ്കിൽ ദുഃഖം അനുഭവിക്കണം. ആ സുഖം നഷ്ടപ്പെട്ടാലും ദുഃഖം അനുഭവിക്കണം അല്ലേ? ജോലി കിട്ടാൻ ദുഃഖം, കുറേ ക്ലേശമുണ്ട്. ജോലി കിട്ടാൻ വിഷമിക്കണം, ജോലി കിട്ടിയാലോ? ആ ജോലി നിലനിർത്താൻ വിഷമിക്കണം, ജോലി പോയാലോ? അപ്പോഴും വിഷമം. വീട് കെട്ടാൻ വീട് കെട്ടി സുഖമായി താമസിക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിൽ വീട് കെട്ടണമെങ്കിൽ എന്ത് വേണം? കുറേ ദുഃഖം സഹിക്കണം. വീട് കെട്ടി വീട് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? കുറേ ക്ലേശങ്ങൾ സഹിക്കണം. നാളെ വീട് പൊളിഞ്ഞു എന്നാലും ദുഃഖം. അപ്പൊ ലൗകിക ജീവിതത്തിൽ സുഖം കിട്ടണമെങ്കിലും സുഖം നിലനിർത്തണമെങ്കിലും സുഖം നഷ്ടപ്പെട്ടാലും നമുക്ക് ബാക്കിയാവണ സാധനം ദുഃഖാണ്. എന്നാൽ ആധ്യാത്മിക ജീവിതത്തിലുണ്ടല്ലോ, കിട്ടേണ്ട ഒരു സാധനത്തിനെയല്ല നമ്മൾ അന്വേഷിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ രാത്രി അനുഭവിച്ച, നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ ഒരു വസ്തുവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ആ അന്വേഷണത്തിന് നമുക്കൊരു തരത്തിലുള്ള ദുഃഖവുമില്ല. കിട്ടുമോ എന്ന് സംശയിക്കേണ്ട. സുഖമായിട്ടുറങ്ങിയപ്പോൾ ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച ആ ചൈതന്യത്തെ, ആ വസ്തുവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പം ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും സുഖമാണ്. പുറമേയുള്ള ലോകത്തിൽ നിന്ന് നമ്മൾ സന്തോഷം കിട്ടാൻ മെനക്കെടുന്നതിൻ്റെ ഒരംശം മെനക്കേട് വേണ്ട. ശരിക്കും ഉള്ളിലുള്ള ഈ ഭഗവാനിൽ നിന്ന് സുഖാനുഭവിക്കാം. ശരി, നിങ്ങളിതൊക്കെ പറയുമ്പോൾ കുറേയൊക്കെ മനസ്സിലായി, എൻ്റെ ഉള്ളിൽ സുഖമുണ്ടെന്ന്. പക്ഷേ ഉണരുമ്പോൾ ഈ സുഖമൊക്കെ പോയല്ലോ. ഉണരുമ്പോഴേക്കും പല ടെൻഷനും വന്ന് തലയിൽ കയറിയല്ലോ. ആരായി ദുഃഖം ഉണ്ടാക്കുന്ന ആള്?
ഉള്ളിൽ സുഖമാണെങ്കിലും ഇപ്പോൾ പലതരത്തിലുള്ള ദുഃഖങ്ങൾ എൻ്റെ ഉള്ളിൽ പൊന്തി പൊന്തി വരണുണ്ടല്ലോ. ഈ ദുഃഖത്തിന് എന്താ കാരണം? എന്താ ദുഃഖത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ കപില വാസുദേവൻ കുറേ കാരണങ്ങളൊന്നും പറഞ്ഞില്ല. ദുഃഖം നമ്മളുമായി കണക്ട് ചെയ്യുന്ന 2 സ്വിച്ചുകളുണ്ട്. ഈ സ്വിച്ച് ഓണാക്കിയാൽ ദുഃഖം നമ്മളെ പിടിക്കും, ഓഫാക്കിയാൽ ദുഃഖം നമ്മളെ വിടും. ഏതാ 2 സ്വിച്ച്? ദുഃഖത്തിന് കാരണമെന്ത് എന്ന ദേവഹൂതിയുടെ ചോദ്യത്തിന് മറുപടിയായി 2 സ്വിച്ചുകൾ വച്ചിട്ടാണ് നമ്മൾ നേരത്തെ നിർത്തിയത്. ഏതൊക്കെയാ ദുഃഖത്തിൻ്റെ 2 കാരണങ്ങൾ? അഹം മമ, ഞാൻ എൻ്റേത്. ഈ 2 കാരണങ്ങളില്ലാത്ത ഒരു ദുഃഖം നമുക്ക് ആർക്കും ഇല്ല എന്നാണ്. ഇന്നിപ്പോൾ പല തരത്തിലുള്ളതായ ദുഃഖങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഒരാൾക്ക് ദുഃഖം എന്ന് കരുതുന്നത് തന്നെ മറ്റൊരാൾ സുഖമായിട്ട് അനുഭവിക്കും. ഒരാൾക്ക് സുഖം കൊടുക്കുന്നത് തന്നെ മറ്റൊരാൾ ദുഃഖമായിട്ടും കാണും. നല്ല സിനിമ എന്നൊരാൾ പറയുമ്പോൾ വേറെ ആൾ പറയുന്നു എനിക്കിഷ്ടമായിട്ടില്ല. നല്ല പാട്ട് എന്നൊരാൾ പറയുമ്പോൾ മറ്റേയാൾ പറയണോ എനിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ നല്ലത് എന്ന് തീരുമാനിച്ചത് സിനിമയോ പാട്ടോ അല്ല. ഇപ്പോൾ മഴ പെയ്യണു. മഴ പെയ്യുമ്പോൾ മഴ പെയ്യണേന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ കൊടയും ഒക്കെ വിൽക്കുന്ന ആൾക്കാർ അവരെന്താ പ്രാർത്ഥിക്കുന്നുണ്ടാവുക? മഴയൊന്ന് പെയ്താൽ മതി. നേരെ മറിച്ച് ഈ ജ്യൂസും ഐസ്ക്രീമും ഒക്കെ വിൽക്കുന്ന ആൾക്കാരെന്താ പ്രാർത്ഥിക്കുന്നുണ്ടാവുക? മഴ പെയ്യരുതേന്ന. അപ്പോൾ ഒരേ സാധനം, ഒരേ വസ്തു തന്നെ ഒരാൾക്ക് സുഖവും ഒരാൾക്ക് ദുഃഖവും കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ദുഃഖം നമ്മളെ ബാധിക്കാൻ എന്താ കാരണം? അത് ഞാൻ എൻ്റേത് എന്ന ബന്ധമാണ് എന്ന് കപില വാസുദേവൻ പറയുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ അത് ബന്ധത്തിൽ നിന്നാണ്. ഇപ്പോൾ ആരുടെയോ ഒരു ചെരുപ്പ് അവിടെ നിന്ന് നായ കടിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. പേടിക്കണ്ട, ഞാൻ പറഞ്ഞതാണ് ഉദാഹരണം. നമ്മൾ ഓടിപ്പോയാൽ ആരുടെ ചെരുപ്പ് കാണുമ്പോഴാണ് നമുക്ക് സമാധാനമാവുക? എൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ടെങ്കിൽ സുഖം, ഇല്ലെങ്കിൽ ദുഃഖം. അപ്പോൾ നായയോ ചെരുപ്പോ ഒന്നുമല്ല വിഷയം, എൻ്റേത് എന്ന ബന്ധമാണ്. എങ്കിൽ ബന്ധമാണ് ദുഃഖത്തിന് കാരണം. അവിടെയാണ് ദേവഹൂതിയുടെ അടുത്ത ചോദ്യം, ഭഗവാനെ ഈ ബന്ധമുണ്ടാക്കുന്ന ആളാരാ? കപില വാസുദേവൻ പറഞ്ഞു, ചേതഖല്വസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. നമുക്ക് ബന്ധമുണ്ടാക്കി തരുന്ന ആള് മനസ്സാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു ആളോട്, ഒരു സ്ഥലത്തോട്, ഒരു വസ്തുവിനോടൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് ബന്ധം സ്ഥാപിക്കും. ചില ആൾക്കാരെ കാണുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് പറയും അയാൾ നല്ല ആളാട്ടോ. ചില പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പറയും അയ്യോ ഇത് തീരെ കൊള്ളില്ല. ഇങ്ങനെ ഓരോന്നിലേക്കും നമ്മുടെ മനസ്സ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. എന്തിന്? ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്ക് ആ ഇരുന്ന സ്ഥലത്തോട് പോലും ഒരു ബന്ധം വരും അല്ലേ? ഇപ്പോൾ ബസ്സിലൊക്കെ പോണ സമയത്ത് ചിലപ്പോൾ വഴിയിലെവിടെയെങ്കിലും നിർത്തി നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു കുടയോ ഒക്കെ വയ്ക്കും. തിരിച്ചു വരുമ്പോഴേക്കും അവിടെ വേറൊരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക? ഇതേ എൻ്റെ സീറ്റാ. ആലോചിച്ച് നോക്കൂ, ബസ്സേ എൻ്റേതല്ല. പക്ഷെ ഒന്നിരിക്കുമ്പോഴേക്കും എൻ്റേത് എന്ന ബന്ധം വരുന്നുണ്ടെങ്കിൽ മനസ്സാണ് ഈ ദുഃഖത്തിന് കാരണം, ബന്ധത്തിന് കാരണം എന്നുണ്ടെങ്കിൽ ദുഃഖമില്ലാണ്ടാവാനുള്ള വഴി എന്താ? അവിടെയും ഇവിടെയും മുട്ടിപ്പിടിക്കണ ഈ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തിയാൽ മതി.
മനസ്സിനെ നിയന്ത്രിക്കുക. അപ്പോഴാണ് ദേവഹൂതിയുടെ ചോദ്യം, എളുപ്പാണോ? ചഞ്ചലം ഹി മനഃകൃഷ്ണ. അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, കൃഷ്ണ പ്രസംഗിക്കണ പോലെ എളുപ്പമല്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നൊരു സാധനമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കയറ് പിടിച്ചിട്ടോ ഒക്കെ നിയന്ത്രിക്കാം. ഇത് കാണാൻ പറ്റാത്ത സാധനം എങ്ങോട്ട് പോവും എങ്ങോട്ട് ചാടും എന്നറിയില്ല. അങ്ങനെയുള്ള ആ മനസ്സിനെ നിയന്ത്രിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ദേവഹൂതി പറഞ്ഞു, എങ്ങനെ സാധിക്കും ഭഗവാനെ? മനസ്സിനെ നിയന്ത്രിക്കൽ എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ എളുപ്പമാണ് അല്ലേ? എളുപ്പമല്ലാത്ത പല കാര്യങ്ങളും എളുപ്പമാവണത് എങ്ങനെയാ? നിരന്തരമായ അഭ്യാസം കൊണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ടൗണിലൊക്കെ പോയാൽ പല സാധനങ്ങളും വിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. പ്രദർശനത്തിനൊക്കെ എക്സിബിഷനൊക്കെ പോയാൽ അവരത് ചെയ്യണത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ, വളരെ എളുപ്പമാണ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്, വളരെ എളുപ്പമാണ് പച്ചക്കറിയുടെ തോല് കളയാമെന്ന്. അവരത് ചെയ്യണത് കാണുമ്പോൾ നമുക്ക് തോന്നും എത്ര സുഖം അല്ലേ? അയാൾ വെള്ളരിക്ക കയ്യിലേക്ക് എടുക്കുന്നു, ഒരു ബ്ലേഡ് കയ്യിലേക്ക് എടുക്കുന്നു, 4 വലി വലിക്കുമ്പോഴേക്കും വെള്ളരിക്ക കുപ്പായൊക്കെ ഊരി നല്ല കുട്ടപ്പനായി. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും എന്ത്? വെള്ളരിക്കയുടെ തോല് കളയലാണ് ജീവിതത്തിൽ ഏറ്റവും മെനക്കെട്ട പണിയെന്നും, ഈ ഒരു കത്തി വാങ്ങിയാൽ എൻ്റെ ജീവിതത്തിൽ ഒരു 75% പ്രശ്നവും കുറയുന്നൊക്കെ നമുക്ക് തോന്നും. എന്നിട്ടോ നമ്മൾ വലിച്ചാൽ അതുപോലെ വരണമില്ല. അപ്പം അയാൾക്ക് എങ്ങനെയാ വന്നത്? അയാൾ നിരന്തരം തന്നെയാ പണി അല്ലേ? അപ്പോൾ നിരന്തരമായ അഭ്യാസം കൊണ്ട് എളുപ്പമല്ല എന്ന് കരുതിയ പലതും നമുക്ക് സാധിക്കും എങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാനും സാധിക്കും. എന്ത് ചെയ്യണം? മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ച ആൾക്കാരുമായിട്ടുള്ള സംഘം കൊണ്ട്. ചെണ്ട കൊട്ടണമെങ്കിൽ ചെണ്ട കൊട്ടുന്ന ആൾക്കാരുടെ അടുത്ത് പോണ്ടേ? മാജിക്ക് പഠിക്കണമെങ്കിൽ മാജീഷ്യൻ്റെ അടുത്ത് പോണ്ടേ? എങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം? മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ച ആൾക്കാരുമായിട്ട് സംഘം ചെയ്യണം. അപ്പോഴാണ് അടുത്ത ചോദ്യം, ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ച ആൾക്കാരാരാ? അവരെയാണ് ഭക്തൻ എന്ന് വിളിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ച ആൾക്കാരെയാണ് ഭക്തൻ എന്ന് വിളിക്കുക. ഇവിടെയാണ് ദേവഹൂതിയുടെ വളരെ പ്രസക്തമായൊരു ചോദ്യം, ഭഗവാനെ ആരാണ് യഥാർത്ഥ ഭക്തൻ? അല്ലേ? ആരാണ് യഥാർത്ഥ ഭക്തൻ? ഇന്ന് നമ്മൾ ഭക്തനെ തീരുമാനിക്കുന്നത് എങ്ങനെയാ? വേഷം കൊണ്ട്, രൂപം കൊണ്ട് അല്ലേ? ഇന്ന് നമ്മൾ ഭക്തന്മാരെ തീരുമാനിക്കുന്നത് വേഷമൊക്കെ കണ്ടിട്ടാ. ഇതുപോലെ കഴുത്തിലൊരു മഞ്ഞ ഷാള്, രുദ്രാക്ഷമാല അല്ലേ? നെറ്റിയിലൊന്നും ഇനി ഇയാൾക്ക് ചന്ദനം തൊടാൻ സ്ഥലം ബാക്കിയില്ല. നിങ്ങൾ രാവിലെ വരണമായിരുന്നു 6-6:15. എത്ര കുറി തൊട്ടിട്ടാ ഞാനിവിടെ ഇരുന്നത് എന്നറിയോ? അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അയാൾ വലിയ ഭക്തനാട്ടോ എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് എന്ന് ഭാഗവതം തുറന്നു പറയുക. കാരണം ഈ പറഞ്ഞ മാലയും ഷാളും കുങ്കുമവും ഭസ്മവുമാണ് ഭക്തി എന്നുണ്ടെങ്കിൽ ഇന്ന് ഭക്തനാകാൻ ഒരു വിഷമവും ഇല്ല അല്ലേ? ഇഷ്ടം പോലെ പൂജാ സ്റ്റോറുണ്ട്, ആർക്ക് പോയാലും ഈ പറഞ്ഞ സാധനമൊക്കെ കിട്ടും. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, പുറമേ നിന്ന് കണ്ടിട്ട് ഒരു ഭക്തനെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഇന്നിപ്പം നമ്മൾ ചില ആൾക്കാരെ ഭക്തൻ എന്ന് തീരുമാനിക്കുന്നത് പറഞ്ഞിട്ടാണ് അല്ലേ? ചില ആൾക്കാരെ കുറിച്ച് നാട്ടുകാർ പറയും, അയാളുണ്ടല്ലോ വലിയ ഭക്തനാ, എവിടെ സപ്താഹം ഉണ്ടെങ്കിലും അവിടെ കാണാം, നല്ല ഭക്തനാ അയാൾ. ഇനി ചില ആൾക്കാർ ആരും തന്നെ കുറിച്ച് പറയണില്ല എന്ന് കണ്ടാൽ സ്വയം പറയും അല്ലേ? ഞാനിപ്പോൾ റിട്ടയർഡ് ആയതിനു ശേഷം കുറച്ച് ആധ്യാത്മികതയും ഭക്തിയും ഒക്കെ ആയിട്ട് ഭക്തനാണ് ഞാൻ എന്ന് സ്വയം പറയും. പക്ഷെ ഭാഗവതം പറയുന്നു, യഥാർത്ഥത്തിലുള്ള ഭക്തനെ ഒരിക്കലും പുറത്തു നിന്ന് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വേഷത്തിലല്ല ഭക്തി, പിന്നെയോ
സ്വഭാവത്തിലാണ് ഭക്തി എന്ന്. വേഷത്തിലാണ് ഭക്തി എന്നുണ്ടെങ്കിൽ പണ്ട് സീതയുടെ മുൻപിലേക്ക് രാവണൻ വന്നു. എങ്ങനെ വന്നു? നല്ല ഒരു സന്യാസിയുടെ വേഷത്തിൽ. എന്നിട്ട് നമ്മൾ ആരെങ്കിലും രാവണനെ ഭക്തൻ എന്ന് വിളിച്ചുവോ? ഇല്ല. കാരണം എന്താ? വേഷമേ മാറിയിട്ടുള്ളൂ. എന്ത് മാറിയിട്ടില്ല? സ്വഭാവം മാറിയിട്ടില്ല. അപ്പോൾ വേഷത്തിലല്ല, സ്വഭാവമാണ് ഭക്തി. ശരി, എന്തൊക്കെയാ ഭക്തന്റെ സ്വഭാവം? എണ്ണി എണ്ണി കപിലവാസുദേവൻ പറയാണ്: തിതിക്ഷവ കാരുണിക സുഹൃദ സർവദേഹിനാം അജാതശത്രവ ശാന്ത സാധവ സാധുഭൂഷണ മയി അനന്യേന ഭാവേന ഭക്തിം കുർവന്തി യേ ദൃഢാം മൽകൃതേ ത്യക്തകർമാണ ത്യക്തസ്വജനബാന്ധവ. തിതിക്ഷവഃ, ഭക്തൻ തിതിക്ഷുവായിരിക്കും എന്ന് പറയുന്നു. എന്താ തിതിക്ഷു എന്ന് പറഞ്ഞാൽ? സുഖത്തിൽ അതിയായി സന്തോഷിക്കാതെ, ദുഃഖത്തിൽ അതിയായി തളരാതെ. കാരണം എന്താ? ഒരു സുഖവും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ നിലനിന്നിട്ടില്ല. ഒരു ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ നിലനിന്നിട്ടില്ല. ദുഃഖം കഴിഞ്ഞാൽ സുഖം വരും, സുഖം കഴിഞ്ഞാൽ ദുഃഖം വരും. ഇത് ജീവിതത്തിൻ്റെ സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ വരുന്നതിനെ സ്വീകരിക്കുക, പോകുന്നതിനെ ഉപേക്ഷിക്കുക. നമ്മുടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ വരുന്നതിനൊക്കെ സ്വീകരിക്കും, പക്ഷേ പോവാൻ വിടില്ല അല്ലേ? എന്നാലും അയാൾ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ? എപ്പോ? 15 കൊല്ലം മുമ്പ്. ഇപ്പോഴും ഈ 15 കൊല്ലം മുമ്പ് പറഞ്ഞ ആളത് മറന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അതും ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുക അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിന് ഈ പറഞ്ഞതായ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പം എന്ത് ചെയ്യണം? കഴിഞ്ഞതിനെ കുറിച്ചിട്ടുള്ളതായ വേവലാതികളെ വിട്ട് വരുന്നത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതിനെ സ്വീകരിക്കുക. അതേസമയം ദുഃഖത്തിൽ തളരാതിരിക്കാൻ മനസ്സിന് ഈശ്വര കഥകളും നാമജപങ്ങളും ഔഷധമായി കൊടുക്കുക. അങ്ങനെ സുഖത്തിൽ അതിയായി സുഖിക്കാതെ, ദുഃഖത്തിൽ അതിയായി തളരാതെ ഇരിക്കുന്ന തിതിക്ഷുവായിരിക്കും ഭക്തൻ. കാരുണിക, കാരുണ്യമുള്ളവനായിരിക്കും. സുഹൃദ സർവദേഹിനാം, എല്ലാവരോടും സൗഹൃദത്തോടുകൂടി പെരുമാറുന്നവനായിരിക്കും. അജാതശത്രവഃ. ഇനി കപിലവാസുദേവൻ പറയുന്നു, യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തൻ ആരായിരിക്കും? അജാതശത്രുവായിരിക്കും. അപ്പൊ ശരിക്കും ഒരു ഭക്തനാണെങ്കിൽ അയാൾക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. അപ്പൊ തന്നെ നമ്മളൊക്കെ തോറ്റുപോയി. എന്തേ? നമുക്കിപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ശത്രുക്കളുടെ ലിസ്റ്റിനാണ് നീളധികം ഉണ്ടാവുക. അപ്പം യഥാർത്ഥത്തിലുള്ള ഭക്തന് ശത്രുവുണ്ടാവില്ല. തന്നേക്കാൾ ബഹുമാനമുള്ളവരെ, അറിവുള്ളവരെ ബഹുമാനിക്കും. അറിവ് കുറഞ്ഞവരെ അറിവ് കൊടുത്ത് തന്നിലേക്ക് ഉയർത്തും. തുല്യമായ അറിവുള്ളവരോട് സൗഹൃദം പങ്കുവയ്ക്കും. എന്നു മാത്രമല്ല, എൻ്റെ കഥകളെ കേട്ട്, എൻ്റെ നാമം ജപിച്ച്, എന്നെ ആശ്രയിച്ച് ജീവിതത്തിൽ വരുന്ന ഏതൊരു ദുഃഖത്തെയും തരണം ചെയ്യും എൻ്റെ ഭക്തൻ എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ഒന്നുകൂടി പറയാം. മദാശ്രയ കഥാമൃഷ്ട ശൃണ്വന്തി കഥയന്തി ച തരന്തി വിവിധാസ്താപ നൈതാൻ മദ്ഗതചേതസ. എന്നെ ആശ്രയിച്ച്, എൻ്റെ കഥകളെ കേട്ട്, എൻ്റെ നാമം ജപിച്ച്, എൻ്റെ രൂപം സ്മരിച്ച് ജീവിതത്തിൽ വരുന്നതായ ഏതൊരു ദുഃഖത്തെയും തരണം ചെയ്യും എൻ്റെ ഭക്തൻ എന്ന് ഭഗവാൻ പറയുമ്പോൾ, ഭക്തനായാൽ ദുഃഖമുണ്ടാവില്ല എന്ന് നമ്മൾ കരുതരുത് അല്ലേ? നാമം ജപിച്ചാൽ, ഭാഗവതം വായിച്ചാൽ, അമ്പലത്തിൽ പോയാൽ, പ്രദക്ഷിണം വെച്ചാൽ, നമസ്കരിച്ചാൽ പിന്നെ അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഭക്തനായാലും അനുഭവിക്കാനുള്ളത് അനുഭവിക്കന്നെ വേണം അല്ലേ? ദുഃഖമില്ലാത്ത ഏത് ഭക്തനാ ഭാഗവതത്തിലുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ.
ദുഃഖമനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു ഭക്തൻ ഭാഗവതത്തിലുണ്ടോ? ദേവകി വസുദേവന്മാര്, ധ്രുവൻ, പ്രഹ്ലാദൻ, ഗജേന്ദ്രൻ, കുചേലൻ, ഇവരൊക്കെ ദുഃഖം അനുഭവിച്ചവരാ. അപ്പോ ഭക്തി ഉണ്ടായാലും അനുഭവിക്കാനുള്ളത്, പറയാറില്ലേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. അസലായി. കുറച്ച് ഭാഗവതം കേട്ടാൽ സമാധാനാവുമെന്ന് വെച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇയാൾ പറയണു ഭാഗവതം കേട്ടാലും വരാനുള്ളത് വരുന്നു. പിന്നെന്തിനാ ഭാഗവതം? പിന്നെന്തിനാ ഭക്തി? പിന്നെന്തിനാ നാമജപം? എന്തിനാണെങ്കിൽ ഈ പ്രാരബ്ധത്തിലേക്ക് നമ്മളുടെ ജീവിതം വീഴുമ്പോൾ അവിടുന്ന് നമുക്ക് പിടിച്ചു കയറാൻ, അല്ലേ, മനസ്സിനെ ആ പ്രാരബ്ധത്തിൽ നിന്നൊന്ന് ഉയർത്താൻ നമുക്ക് ഈശ്വരഭക്തി വേണം, അല്ലേ. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് കുട്ടിയും കോലും എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട്. ഇവിടെ എന്താ അതിനെ പറയാന്നറിയില്ല, അല്ലേ? അറിയോ? ചെറിയൊരു കമ്പ് വലിയൊരു കമ്പ് കൊണ്ട് തട്ടി പൊന്തിച്ചിട്ട് അടിക്കുക, അല്ലേ? അപ്പോൾ ഈ ചെറിയ കമ്പിനെ ആദ്യം ഒരു അടി കൊടുക്കും, അല്ലേ? ആദ്യം ഒരു അടി കൊടുത്ത് അതിനെ ഒന്ന് പൊക്കിയാൽ പിന്നെ അവിടുന്ന് അടിച്ച് ദൂരത്തേക്ക് എത്തിക്കാം. ഇതുപോലെ ഈ പ്രാരബ്ധത്തിലേക്ക് വീണ മനസ്സിന് ഒന്ന് പൊക്കി കിട്ടണ്ടേ? അതിന് കൊടുക്കണ അടിയാണ് എന്ത്? നാമജപം, ഭാഗവതം, പ്രദക്ഷിണം. ഇതൊക്കെ എത്രയൊക്കെ തളർന്നുപോയ മനസ്സാണെങ്കിലും കൃഷ്ണാന്നോ അമ്മേന്നോ ഗുരുവായൂരപ്പാന്നോ സ്വാമീന്നോ എന്തെങ്കിലും ഒരു നാമം ജപിക്കുമ്പോഴുണ്ടല്ലോ, ആ കുട്ടി കുറച്ച് പൊന്തില്ലേ, അതുപോലെ ഒന്ന് പൊന്തി കിട്ടും. പിന്നെ അവിടുന്ന് നമ്മുടെ ഉപാസന കൊണ്ട് ആ മനസ്സിനെ ദുഃഖത്തിൽ നിന്ന് ഉയർത്താം. അപ്പം ഇത്തരത്തിലുള്ള ഈശ്വര ചിന്തകളുടെ, ഈശ്വര കഥകളുടെ, നാമജപത്തിൻ്റെ ഒക്കെ മാഹാത്മ്യം പ്രാരബ്ധത്തിൽ നമ്മുടെ മനസ്സ് തളർന്നു പോകാതെ അതിനെ പിടിച്ചു നിർത്തലാണ്. അത്തരത്തിൽ ഭഗവാന്റെ കഥകളെ നിരന്തരമായി പാടി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ശ്രദ്ധ രതി ഭക്തിരനുക്രമിഷ്യതി. ആദ്യം ഭഗവാന്റെ കഥകളിലേക്കൊരു ശ്രദ്ധ, അത് ക്രമേണ ഭഗവത് കഥകളോടുള്ളതായ പ്രേമമായി കുറേ കാലം കഴിയുമ്പോൾ കഥാനായകനായ ഭഗവാനോടുള്ള ആരാധനയായിട്ട് മാറും. അതാണ് ഭക്തി. ആ ഭക്തി നമുക്കുണ്ടാകാൻ സത്സംഗങ്ങളും നാമജപങ്ങളും ഇത്തരത്തിലുള്ളതായ യജ്ഞങ്ങളും ഒക്കെ വളരെ വളരെ ഉത്തമമാണ് എന്ന് ഓർമ്മിപ്പിച്ച് 24 തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ശരീരത്തിൽ 25ാമത്തെ തത്വമായ ഭഗവത് ചൈതന്യം കയറുമ്പോഴാണ് ഈ തത്വം പ്രകാശിക്കുന്നത് എന്ന് സാഖ്യയോഗവും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതിൻ്റെ ഫലത്തിനനുസരിച്ച് വീണ്ടും നമ്മളെ ഈ പ്രാരബ്ധത്തിലേക്ക് എത്തിക്കുമെന്ന് കർമ്മയോഗവും, ഭക്തി അത് ഉത്തമമാകുന്നത് മറ്റുള്ളവർക്ക് കൂടി നന്മ വരാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ന് ഭക്തിയോഗവും ഉപദേശിച്ച് അമ്മയായ ദേവഹൂതിക്ക് മോക്ഷപദവിയെ കൊടുത്ത് കപിലവാസുദേവൻ അവിടുന്ന് യാത്രയായി. ദേവഹൂതി തൻ്റെ പുത്രനായ ഭഗവാന്റെ പാതാരവിന്ദത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് മോക്ഷപദവിയെ നേടി എന്ന് വർണ്ണിച്ചുകൊണ്ടാണ് ഭാഗവതത്തിലെ കപിലോപദേശം എന്ന പ്രകരണം സമർപ്പിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ചനോപാഖ്യാനം, ഋഷഭാവതാരം തുടങ്ങിയ പ്രകരണങ്ങൾ പാടി ഭഗവാന്റെ പരമഭക്തനായ ഭരതന്റെ ചരിതം, ഭദ്രകാളി അവതാരം വരെയാണ് ഇന്ന് നമുക്ക് യജ്ഞവേദിയിൽ അനുസ്മരിക്കാനുള്ളത്. ഉച്ചവരെയുള്ള പ്രകരണം ഇവിടെ സമർപ്പിക്കുകയാണ്.